പടത്തിന്റെ തുടക്കം, അതായത് അഭിലാഷത്തിന്റെ തുടക്കത്തിനെ പറ്റി സംസാരിച്ചു തുടങ്ങാം. ഏത് പോയിന്റിലാണ് അഭിലാഷം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഐഡിയ വരികയും അല്ലെങ്കിൽ അടുത്തൊരു പ്രൊജക്ട് അതാണ് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുന്ന പോയിന്റ്? നമ്മളൊരു ആന്തോളജി സിനിമ സെയിം ടീം, ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഇതിൻ്റെ DOP സജാദ് കാക്കു, എഡിറ്റർ നിംസ്, സ്റ്റിൽസ് ചെയ്ത ഷുഹൈബ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള സൽമാൻ ഷഫീഖ്, പോസ്റ്റർ ഡിസൈൻ ചെയ്ത വിഷ്ണു, അങ്ങനെ അടക്കമുള്ള നമ്മുടെ എല്ലാ ഈ അഭിലാഷത്തിൻ്റെ ഒരു കോർ ടീം ഒരുമിച്ച് ചെയ്തൊരു ആന്തോളജി ഉണ്ടായിരുന്നു. അതിലൊരു ജെസ്സി എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നു. ജനിതേട്ടനാണ് അത് എഴുതിയത്. സൈഡ് ചേട്ടനായിരുന്നു അതിൽ ലീഡ്. അപ്പം നമ്മളത് ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു എഡിറ്റ് വേർഷൻ സൈചേട്ടൻ കണ്ടന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ സൈചേട്ടൻ എന്നെ വിളിച്ചിട്ട് നമുക്കൊരു ഫുൾ ലെങ്ത് പടം ചെയ്താലോ ഒരുമിച്ച് എന്ന് പുള്ളി ചോദിച്ചു. ആ ഫോൺ കോൾ ഞാൻ തിരിച്ച് നേരെ ജനിതേട്ടനെ വിളിക്കുന്നു. സൈചേട്ടൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്, അതിനെപ്പറ്റി ആലോചിച്ചാലോ എന്ന് ഡിസ്കസ് ചെയ്ത് ആ ആലോചന പിന്നീട് വന്നെത്തി നിന്നതാണ് അഭിലാഷം എന്ന് പറയുന്ന സിനിമ. എനിക്കൊന്നും ഒരു വർഷം എടുത്തു നമ്മുടെ ഒരു കൃത്യം കഥയിലേക്ക്. കാരണം ഒരുപാട് കഥകൾ പല പേരിൽ, പല രൂപത്തിൽ, പല ഐഡിയാസ്. ഇപ്പം ജനിതേട്ടന് ഇഷ്ടപ്പെടുന്നു, ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് അല്ലെങ്കിൽ സൈചേട്ടനെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ കണ്ടൊരു സിനിമ അതായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ കൂടെ ഈ പ്രോസസ്സിൽ ജിഷ്ണു എസ് രമേഷ് എന്ന് പറയുന്ന നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ജനിതേട്ടനെ അസോസിയേറ്റ് ചെയ്തിരുന്നു ഈ പ്രോസസ്സിൽ. അങ്ങനെ പല ഐഡിയാസും ഡെവലപ്പ് ചെയ്ത് പല ഐഡിയാസും പിച്ച് ചെയ്ത് അങ്ങനെ അവസാനം ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അഭിലാനന്ദ് എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട് സിനിമയിൽ. അപ്പം അബിലിൻ്റെ കല്യാണത്തിന് ട്രെയിനിൽ പോകുന്ന സമയത്താണ് ജനിതേട്ടൻ ആദ്യമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ അജേഷ് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, ഐഡിയ എന്നല്ല ഒരു ഇൻസിഡൻ്റ് ഉണ്ട്, എനിക്കതിനൊരു സാധ്യത തോന്നുന്നുണ്ട്, ഞാനതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ജിഷ്ണു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ജിഷ്ണു പറഞ്ഞത് നിനക്ക് വർക്കാവാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡെവലപ്പ് ചെയ്യണ്ട, ഇപ്പം കേൾക്കണമെന്നും പറഞ്ഞ് ആ ട്രെയിനിൽ ഞങ്ങൾ നിന്നോണ്ട് സീറ്റ് പോലും ഉണ്ടായിരുന്നു. ആ നിന്ന് യാത്ര ചെയ്യുന്നതിനിടയിൽ ജനിതേട്ടൻ്റെ 5 മിനിറ്റിൽ ആ ഐഡിയ എന്ന് പറഞ്ഞു ചേട്ടാ ഇതാണ് നമ്മുടെ പടം. അന്ന് പേരൊന്നും ആയിട്ടില്ല അന്ന്, പക്ഷെ വേറൊരു ടൈറ്റിൽ ഇങ്ങനെ ചുമ്മാ ടൈറ്റിലില്ല. പക്ഷെ പിന്നീട് പിന്നെ ജനിതേട്ടനും അസോസിയേറ്റ് ആയിട്ട് ജിഷ്ണു ഇവർ ഡിസ്കസ് ചെയ്ത് ഇവരുടെ ഡിസ്കഷനിൽ എപ്പോഴോ ഇതിൻ്റെ പേര് രൂപപ്പെട്ടു. അഭിലാഷം എന്നുള്ള പേര്, അഭിലാഷ് എന്ന നായക കഥാപാത്രം. എന്നിട്ട് ഞാൻ കേട്ടൊരു വേർഷൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇതാണ് പടം എന്നുള്ളത് കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ സൈചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പടം എന്ന് പറയുന്നത്. പുള്ളി കേട്ട പടം തന്നെ ഇത് നമ്മൾ ചെയ്യുന്നു എന്നും പറഞ്ഞ് ലോക്ക് ചെയ്ത് അങ്ങനെയാണ്. ആ സമയത്ത് നമുക്ക് ആക്ച്വലി കുറച്ച് പ്രൊഡക്ഷൻസിൽ നിന്നൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, ജെസ്സി കണ്ടിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ധൈര്യത്തിൽ നമ്മൾ ഈ സിനിമ കഥ ആലോചിച്ച് മുന്നോട്ട് വന്നിരുന്നത്. ഇനിഷ്യൽ ഒരു പോയിന്റിൽ ഒരു ഐഡിയ കൊടുത്തതിന് ശേഷം പിന്നെ കഥ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെ ഇപ്പോൾ ജനിതേൻ്റെ സൈഡിൽ നോക്കുന്നു? ഇതിൻ്റെ രസമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സൈചേട്ടൻ ഇങ്ങനെ ഒരു പടം ചെയ്യാം, ഒരു ഫുൾ ലെങ്ത് മൂവി ചെയ്യാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഷംസ് സ്വൈര്യം തന്നിട്ടില്ല. രസമായിരുന്നു, ഞങ്ങളെല്ലാം എന്തെങ്കിലും ആയോ. അപ്പം ഞാനും പല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഷംസിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം, ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഷംസിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് അറിയാം. പിന്നെ സൈജു ചേട്ടനെ ഞങ്ങൾ ഓൾറെഡി ജെസ്സിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സൈജു ചേട്ടൻ എങ്ങനെ വന്നാൽ നന്നായിരിക്കും ഒരു 2 മണിക്കൂർ സിനിമയിലേക്ക് എന്നുള്ളൊരു ഇതുണ്ട്. ഇത് മാച്ച് ആവുന്ന ഒരു കണ്ടന്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. ഇതാണെന്ന് തോന്നി. ഇപ്പം ഷംസ് നേരത്തെ പറഞ്ഞ മൊമെൻറ്റിൽ അത് ഫിക്സായി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം നമ്മൾ എടുത്തിരുന്നു. ഒരു ഫസ്റ്റ് റൗണ്ട് ഒരു ബേസിക് ഒരു സിനോപ്സിസ് പോലെ നമുക്ക് ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് ഒരു 2 മണിക്കൂർ സിനിമ ഇതിൽ ഫീൽ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ ജേർണി ഫീൽ ചെയ്യണമല്ലോ. ഇത് ഉണ്ട്, ഇയാളുടെ ബാക്കി അങ്ങോട്ട് എന്താണെന്ന് കേൾക്കാനോ എന്ന് തോന്നണമല്ലോ. ആ ഒരു സോണിലാക്കി വെച്ചിട്ട് പിന്നെയും നമ്മൾ കുറച്ചധികം സമയം എടുത്തിരുന്നതിനിടയിൽ ഷംസ് പറഞ്ഞിട്ട് വേറെ കുറച്ച് പ്രൊഡക്ഷൻസിൻ്റെ ഓഫേഴ്സൊക്കെ വന്നിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഇത് മനസ്സിൽ കിടന്ന് ഒരു പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നതിന് നമുക്ക് ഒരു ഫോർമാറ്റായി ഇതിൻ്റെ എന്തൊക്കെ വേണം എന്നുള്ളത്. അത് കഴിഞ്ഞാണ് ഇതൊരു തകൃതിയായിട്ട് നമ്മൾ ഇരുന്ന് ആ പ്രോസസ്സാണ് ഇതിൻ്റെ ഏറ്റവും രസമുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുഴുവൻ പൊടിപ്പും തൊങ്ങലും നമ്മൾ പറയില്ലേ, ഒരു ബാക്കി ബേസ് ഉണ്ടാക്കിയിട്ടിട്ട് ബാക്കി തൂണും എല്ലാ സാധനവും പെയിൻ്റ് അടി നടക്കുന്ന അല്ലെങ്കിൽ ഫർണിച്ചർ വരുന്ന എന്ന് പറയുന്ന പോലത്തെ പ്രോസസ്സ് നടക്കുന്നത് ആ ഒരു സ്റ്റേജിലാണ്. ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജ് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇതിലൊക്കെ ഓരോ സ്റ്റേജിലും നമുക്കിഷ്ടപ്പെടാത്ത ചില സാധനങ്ങൾ മാറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും തന്നെ നമുക്ക് അർജുൻ്റെ സ്പേസ് ഇതിൽ നമുക്ക് തോന്നിയിരുന്നു. അതായത് ഈ കഥാപാത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വന്നു. അപ്പം കഥാപാത്രം രസമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥാപാത്രം വേണം ഈ കഥയിൽ എന്ന് തോന്നിയ സമയത്ത് അർജുനായാൽ എങ്ങനെ ഇരിക്കും,
എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ അത് അർജുൻ അനുസരിച്ചും കൂടെ പിന്നെയുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് അർജുൻ അനുസരിച്ചും കൂടെ അർജുനും കൂടെ മനസ്സിൽ കണ്ടാണല്ലോ. അപ്പോൾ അർജുൻ ഇങ്ങനെയൊക്കെ വന്നാൽ രസമായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു എൻഡ് പോയിന്റ് അറിഞ്ഞിട്ട് അതിലേക്ക് എത്തിച്ചേരുവാണോ? ഈ കഥ, അതായത് ഇപ്പം ഫസ്റ്റ് ഇപ്പോൾ ഷംസു പറഞ്ഞ ആ ഒരു വൺ ലൈൻ, അത് ഈ സിനിമയിൽ ഇപ്പോൾ ഒരു ഇൻസിഡന്റ് മാത്രമാണ്, അതായത് ഒരു നിർണായക പോയിന്റ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് അഭിലാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അയാളുടെ ആഗ്രഹവും ഒക്കെ വന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു നിർണായകമായ ഇൻസിഡന്റ് ഈ സിനിമയിൽ അഭിലാഷിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നടക്കുന്നു എന്നുള്ളൊരു പോയിന്റ് വന്നു. പക്ഷെ അപ്പോഴൊക്കെയും നമ്മുടെ ഈ സിനിമയുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഷംസുവിനോട് ആദ്യം പറഞ്ഞിരുന്നു, ഈ സിനിമയുടെ എൻഡ് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, എന്നാലേ ഈ സിനിമ രസം ഉണ്ടാവുള്ളൂ. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഇനിയിപ്പോൾ സിനിമ ഇറങ്ങാനുള്ളതുകൊണ്ടും നിങ്ങൾ അതിന് മുമ്പ് ഇൻ്റർവ്യൂ എയർ ചെയ്യും എന്നുള്ളത് കൊണ്ടും ഞാനിപ്പോൾ അത് പറയുന്നില്ലെന്ന് മാത്രം. അത് ഉറപ്പിച്ച് നമ്മൾ ഞാൻ എഴുതിയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ കഥകളും അങ്ങനെ ആയിരുന്നു. ഇതിൻ്റെ എൻഡ് എങ്ങനെ ആയിരിക്കണം എന്നൊരു കൃത്യമായ ധാരണയോട് കൂടിയിട്ട് ചെയ്തതാണ്. പക്ഷേ എൻഡ് എന്ന് പറയുമ്പം ഈ സിനിമ ഇങ്ങനെ രീതിയിൽ എൻഡ് ചെയ്യണം, പക്ഷെ എക്സാക്ട് ക്ലൈമാക്സ് എന്നുള്ളതല്ല കേട്ടോ. ആ ക്ലൈമാക്സ് സീനും ആ ക്ലൈമാക്സിലേക്ക് പോകുമ്പോഴുള്ള പിരിമുറുക്കം ഒക്കെ അതൊക്കെ നമ്മൾ പിന്നീട് എഴുതിണ്ടാക്കുന്ന, അതിൽ ഇപ്പോൾ എതിരഭിപ്രായം വരും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം പറഞ്ഞൊരു ഡിബേറ്റ് ചെയ്യും, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കണം എൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണ നമ്മളത് ആദ്യം നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ. ഞാൻ വളരെ പറഞ്ഞു. അതിൽ പിന്നെ മാറ്റം വന്നിട്ടില്ല ആ ഒരു കാര്യത്തിൽ. ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും ഈ കഥ പറഞ്ഞ് തീരുന്നത് എന്നുള്ളത് നമ്മൾ അത് ബേസിക് ഐഡിയ തന്നെ നമ്മളത് ലോക്ക് ചെയ്തിരുന്നു. കാരണം അങ്ങനെ പോയാലേ ഈ അഭിലാഷ് എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യാനും ഈ അഭിലാഷ് എന്നുള്ള പേരിനോട് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അത് ആദ്യം നമ്മൾ ഉറപ്പിച്ചിട്ടാണ്. അങ്ങനെ ഉറപ്പിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മൾ പോയാൽ മതിയല്ലോ. അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി. അങ്ങോട്ടേക്ക് എത്താൻ അല്ലേ രസമില്ല, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് പ്രയാസമുണ്ട് എന്നൊക്കെയുള്ള തോന്നൽ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ ജഡ്ജ്മെന്റ് കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഏത് പോയിന്റിലാണ് ശ്രീഹരി ചേട്ടൻ പ്രൊജക്റ്റിലേക്ക് ഇൻവോൾവ് ആവുന്നത്? അതായത് മുന്നത്തെ നിങ്ങൾ സിനിമ ചെയ്തപ്പോൾ നറേഷന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു പാട്ടും കൂടെ പോയിരുന്നു. അവര് നറേഷന്റെ ഒരു പോയിന്റിൽ ആ മൂഡൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടു. ഏതൊരു പോയിന്റിലാണ് ആളെ എൻ്റർ ആവുന്നത്? ഗൗരവം കളഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ശ്രീഹരി ചേട്ടൻ അങ്ങനെ പ്രത്യേകം ഒരു പോയിന്റിൽ ഇന്നാവേണ്ട കാര്യമൊന്നുമില്ല. ശ്രീഹരി ചേട്ടൻ ഫുൾ ഇന്നാണ്. അതൊക്കെ നമ്മളൊരു കമ്പനി ടീമാണ് എന്ന് പറയുന്ന പോലെയാണ്. ഞാനത് കയറി പറഞ്ഞതേ ഉള്ളൂ. ഷംസു തന്നെ ആയിരിക്കും പറയാ. അല്ല, ഇവര് പരിപാടിയിൽ ഒന്നിച്ച് പണ്ടോട്ടേ ഉണ്ട്. അഭിലാഷ് ആക്ച്വലി ജെസ്സിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ജിനിത്തട്ടൻ ആന്തോളജിയിൽ ജിനിത്തട്ടൻ ചെയ്ത സെഗ്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പരിപാടിയേ ഉള്ളൂ. അത് മൊത്തം ഇവരെ പരിപാടിയിലാണ് ഞാൻ അധികം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ ജെസ്സി കഴിഞ്ഞിട്ട് ഷംസുഖ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതായത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഫുൾ ലെങ്ത് സൈറ്റാക്കാൻ വെച്ചിട്ടൊരു. പിന്നെ ഓരോ പ്രാവശ്യം ഞാൻ ഷംസുഖിനെ വിളിച്ചിട്ട് ഇത് എന്നാ തുടങ്ങുന്നത്. ഇവര് സെയിം ടൈം അപ്പൊ പ്രഷർ വീണ്ടും കൂടെ കേട്ടോ. അത് മറ്റേ ഷംസുവിന്റെ ഭാഗത്തുനിന്നുള്ള ഷംസുവിന് വിടുന്നുള്ള പ്രഷർ മൊത്തത്തിൽ രസമായിരിക്കും. അതൊരു കഥ പോലും ആയിട്ടില്ല. അപ്പൊ ഞാൻ ഷംസുഖിന്റെ അടുത്ത് കാണുമ്പോൾ വിളിക്കുമ്പോൾ, ഷംസുഖ നമുക്ക് ആ പടത്തിൽ മ്യൂസിക് ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം. അന്ന് കഥ ആയിട്ടില്ല, ഇത് എന്നാ ചെയ്യുന്ന ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വിളിച്ച് ചോദിക്കും. അങ്ങനെ പിന്നെ ഒരു സമയമാകുമ്പോൾ ഷംസുഖ് വിളിച്ചു പറഞ്ഞു, പരിപാടി ഓണായിട്ടുണ്ട്, നല്ല നമുക്ക് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇന്നാവേണ്ട ആവശ്യമില്ല, പണ്ടേ ഇന്നാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് നമ്മളെ കമ്പനി ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് കമ്പനി ആർട്ടിസ്റ്റുകൾ, കമ്പനി ആർട്ടിസ്റ്റ്, അതുകൊണ്ട് ഇവര് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അറിയും. അതുകൊണ്ട് വേറെ ആളെ വെക്കാൻ പറ്റില്ല. സാഹചര്യം ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് വിഷ്വലിയൊക്കെ നമ്മൾ മറ്റേ പറയുകയാണെങ്കിലേ നമ്മളൊരു ഐഡിയ ആലോചിക്കുമ്പോൾ തന്നെ തൊട്ട് ബാക്കിൽ ശ്രീഹരി ടിങ് മറ്റേ ഒരു ഹാർമോണിയം ഒക്കെ ആയിട്ട് മറ്റേ ഗിറ്റാറൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടും. ഞാൻ പിന്നെ ഇവർക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ഒന്നിച്ചുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പുറത്തുനിന്നുള്ള ഒരാളായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിലുള്ള എല്ലാ ആൾക്കാരും നമ്മൾ സെന്നുള്ള ആൾക്കാർ. അതായത് നമ്മൾ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇന്നും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരാളെ പുതിയതായിട്ട് ഹയർ ചെയ്യണം അല്ലെങ്കിൽ വിളിക്കണം എന്ന് വെച്ചാൽ തപ്പി നോക്കി പോകേണ്ട ആവശ്യമില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു പ്രൊഡ്യൂസറും കൂടെ വരണം. പൈസ കൊടുക്കാൻ ഒരു പ്രൊഡ്യൂസറും കൂടി ഉണ്ടായാൽ കംപ്ലീറ്റ് ആയി. ഇനിഷ്യൽ ആ ഒരു പോയിന്റ്, നിങ്ങളുടെ ആ ഒരു ഐഡിയ പിച്ച് ചെയ്ത് നിങ്ങൾ പ്രൊജക്ട് ഓൺ ആക്കാം എന്ന് പറയുന്ന ഒരു പോയിന്റിന് ശേഷമുള്ള വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ലൈക്ക് നിങ്ങൾക്ക് ഇൻ ഹൗസ് ഇത്രയും ആൾക്കാരുണ്ട്, ടീം ഉണ്ടെന്ന് പറയുന്ന പോയിന്റിൽ എഴുത്തും അതിന്റെ ഒരു മൂഡും കളേഴ്സും ഇപ്പോൾ DOPയുടെ ഒരു ഇതും എല്ലാം ഒരുമിച്ചാണോ ഗ്രോ ചെയ്യുന്നത്? എന്താ അതിന്റെ ഒരു പ്രോസസ്? എന്താ നമ്മളൊരു ഇപ്പൊ ആദ്യം ഈ പറഞ്ഞ പോലെ സൈഡ് ചാറ്റിന് ഇത് ഇഷ്ടപ്പെടുന്നതോടുകൂടെ, അല്ലെങ്കിൽ സൈഡ് ചാറ്റിന്റെ അടുത്തേക്ക് നമ്മൾ ഐഡിയ ആയിട്ട് പോകുമ്പോൾ തന്നെ നമ്മളൊരു ബേസിക് സിനോപ്സിസ് എന്ന് പറയാൻ പറ്റുന്നൊരു പ്രശ്നമല്ല, കുറച്ചുകൂടെ ആ കഥയുടെ ഒരു രൂപം മനസ്സിലാവുന്ന ഒരു കുറച്ച് ലൈൻസ് എനിക്ക് ജനിതേട്ടനെ എഴുതി തന്നിരുന്നു. ഞാൻ അതിന് ആ സിനിമയുടെ ഒരു മൂഡിലേക്ക് ഒരു 10-12 ഫോട്ടോഗ്രാഫ്സ് സ്റ്റിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരുന്നു. അപ്പം അഭിലാഷും ഷെറിനും ഒരു നടന്നു പോകുന്നൊരു സീൻ,
ആ സീനിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അശ്വിനോ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അത് വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാധനം വെച്ചിട്ട് നമ്മൾ നേരെ ശ്രീഹരി ഇട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീഹരി ഞങ്ങളൊരു കുഞ്ഞ് 2 ട്രാക്കുകൾ, പാട്ടെന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞ് 2 ട്രാക്കുകൾ, ആ 2 ട്രാക്കുകൾ ഈ പടത്തിലുണ്ട്. അതിലൊരു ട്രാക്ക് ഒരു സ്കോറായിട്ടും ഒരു ട്രാക്ക് ഒരു പാട്ടായിട്ടും പിന്നീട് മാറി. അതും ഈ ഒരു മൂഡ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. കാരണം ഒന്ന് ഈ പറഞ്ഞ പോലെ സൈജു ചേട്ടൻ ഇങ്ങനെ ഒരു കഥയിൽ മറ്റുള്ളവർ കേൾക്കുമ്പം ഇതെങ്ങനെ എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാവും. സൈജു ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ ഫോർമാറ്റിൽ നിന്ന് ചെറിയ മാറ്റമുണ്ട്. ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറിനും ആ കഥയെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലും ഇപ്പോൾ ഒരു സൈജു കുറുപ്പ് സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം ഒരു ശൈലിയിൽ നിന്ന് കുറച്ച് മാറ്റം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൺവിൻസ് ചെയ്യാനും അതിൻ്റെ ഒരു മൂഡും പിന്നെ ഇതിൻ്റെ വേൾഡും ഒക്കെ മനസ്സിലാവാനും ഈ ഒരു പിച്ച് ഡെക്ക്, ഈ രൂപത്തിലുള്ള പിച്ച് ഡെക്കും ഈ പറഞ്ഞ ട്രാക്കുകളും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം അത് നമ്മൾ ആരുടെ അടുത്ത് കഥ പറയാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉണ്ടാവുമായിരുന്നു. കാരണം അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട്. ജനത്തട്ടി ന്യൂസിൽ എങ്ങനെ സീൻ ബൈ സീൻ എഴുതി കയറുന്ന ഒരു പരിപാടി ഉണ്ടോ, അതോ ഒരു ടോട്ടാലിറ്റിയിൽ വർക്ക് അല്ല, ചെയ്യുന്നു? ഞാൻ നല്ല സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത പടം, ഡയറക്റ്റ് ചെയ്ത പടം മറിയം ഞാൻ 2 ആഴ്ച കൊണ്ടാണ് തിരക്കഥ എഴുതുന്നത്. പക്ഷെ പെട്ടെന്ന് പറയുമ്പോൾ വിചാരിക്കും 2 ആഴ്ച കൊണ്ട് തിരക്കഥ എഴുതാൻ പറ്റുമോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ 2 ആഴ്ച കൊണ്ട് തിരക്കഥ എഴുതാൻ പറ്റുന്നൊരു സ്റ്റേജിലേക്ക് നമ്മൾ കുറേ നാൾ ചിന്തിച്ച്, ചിലർ പറയില്ലേ ഒരു സിനിമയുടെ ഒരു 25 ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട്, 40 ഡ്രാഫ്റ്റ് എഴുതുന്നതാണല്ലേ. ഈ 40 ഡ്രാഫ്റ്റിൻ്റെ ഓൾമോസ്റ്റ് 40 ഡ്രാഫ്റ്റിൻ്റെ വർക്ക് ഓൾറെഡി നമ്മൾ മൈൻഡിൽ ചിലപ്പം തിരിച്ചും മറിച്ചും ഒക്കെ സീൻ ഓർഡേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്യും. എന്നിട്ടുള്ള പ്രോസസ്സാണ് എനിക്ക് എഴുത്ത്. അപ്പം ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഈ എഴുത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എഴുത്ത് എനിക്ക് കുറേ അത് പിന്നെ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കും. അതിൽ കുറച്ച് ഫൈൻ ട്യൂണിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ അങ്ങ് പേപ്പറിൽ എഴുതി പോകുന്നൊരു പരിപാടി ഇല്ല. ഇപ്പം ചില റൈറ്റേഴ്സ് അങ്ങനെ ആയിരിക്കും. അവർ ഈ പറയുന്ന തിരുത്തൽ എന്ന് പറയുന്നത് എഴുതി തന്നെ ആയിരിക്കും തിരുത്തുക. ഞാനത് മൈൻഡിലിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് ടീം മെമ്പേഴ്സായിട്ട്, ഇപ്പം ജിഷ്ണു ഉണ്ടായിരുന്നു, പിന്നെ വിഷ്ണു വിലാസിനി വിജയൻ എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് റൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു കൂടുതൽ സമയം അഭിലാഷത്തിലുണ്ടായിരുന്നത്, റൈറ്റിംഗ് പ്രോസസ്സിൽ പ്രോപ്പർ നമ്മുടെ പേപ്പറിലേക്ക് ആക്കുന്ന പ്രോസസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പം ആ സമയത്താണ് ഈ പറയുന്ന തിരുത്തലും പരിപാടികളൊക്കെ നടക്കുന്നത്. അതിനു മുമ്പ് നമ്മളിതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ പോയാൽ ഈ സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈ കിട്ടില്ല. നമ്മൾ പറയില്ലേ ഒരു 4 ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ആ ബ്ലോക്ക് അതൊക്കെ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യും. എന്നിട്ട് പിന്നെ സീൻസ് എത്രത്തോളം നന്നാവുന്നില്ല, വർക്കാവുന്നുണ്ടോ, ഇത് വർക്കാവണമെങ്കിൽ ഈ സീൻ ഇവിടെ വേണം എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലേക്ക് പിന്നീട് കടക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് സീൻസ് എഴുതി ഈ സീൻ കഴിഞ്ഞ് ഈ സീൻ കഴിഞ്ഞിട്ട് ഈ സീൻ എന്നുണ്ട്. ഇത് ഭയങ്കര തിരിച്ചും മറിച്ചും ഭയങ്കര റൂബിക് ക്യൂബ്സ് പോലെ ഇത് മേ ബി ആരും അറിയാത്തൊരു പ്രോസസ്സായിരിക്കും കേട്ടോ. ഇതൊരു ഭയങ്കര പ്രോസസ്സിൻ്റെ പുറകിൽ നടന്ന് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് എഴുത്ത് വരിക. അതിന് മുമ്പ് നമ്മൾ സീൻ ഓർഡേഴ്സ് എല്ലാം ലോക്ക് ചെയ്യും. അപ്പോൾ ഡയലോഗ്സ് വരുന്ന പോയിന്റിലാണ് ഇപ്പോൾ മലപ്പുറം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കഥയെ. അപ്പോൾ ആ സ്ലാങ്ങും ആ ഒരു അവർ സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഡയലോഗ്സിലേക്ക് അതോ ജനത്തേട്ടൻ തന്നെ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ്? അല്ല, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ആണ്. ഞാനിപ്പം ഇവിടെ ഒരു കോഴിക്കോട്ടുകാരൻ. ഇപ്പം ഞാൻ ഷംസുമായിട്ട് പിന്നെ അങ്ങനെ സംസാരിക്കാറില്ല. മേ ബി കോമൺ ഭാഷയിലാണ് സംസാരിക്കാറ്. അല്ലെങ്കിൽ ഈ ഇപ്പം എന്താ പറയണത്, ഇതറിയാതെ എനിക്ക് വരും. കാരണം ഞാൻ എന്താണോ അഭിലാഷ് കുമാറിൻ്റെ പശ്ചാത്തലം അതേപോലത്തെ പശ്ചാത്തലത്തിൽ, അപ്പോൾ അമ്മയും അച്ഛനും പുറത്തു പോകുന്ന സമയത്ത് എന്നെ എത്രയോ അടുത്തുള്ള വീടുകളിലാക്കി. അപ്പോൾ അവിടുത്തെ വെണ്ടയ്ക്ക കറി കഴിച്ച്, അപ്പം എനിക്കറിയാവുന്ന ടെറൈനാണ് അഭിലാഷത്തിൻ്റെ. അപ്പോൾ എനിക്ക് ആ ഭാഷ അത്ര ഭയങ്കര പ്രശ്നമുള്ളതൊന്നുമല്ല. പിന്നെ കറക്റ്റ് ചെയ്യാൻ ഷംസു ഉണ്ട്. കാരണം വെച്ചാൽ ഷംസു കോട്ടക്കലുകാരനാണ്. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ഇപ്പം നമ്മൾ പറയില്ലേ ചില തിരുവനന്തപുരം ഭാഷ ഇങ്ങനെയല്ല തിരുവനന്തപുരം ഭാഷ പറയണത്, അത് ഓവറാക്കുന്നതാണ് എന്ന് പറയില്ലേ. അപ്പോൾ അതുപോലെ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഷംസുവും ടീം മെമ്പേഴ്സും പലരും കോട്ടക്കലുകാരാണ്, മലപ്പുറംകാരാണ്, അവരുണ്ട്. പക്ഷേ ബേസ് ലാംഗ്വേജ് സെറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ കഥ ഓൾറെഡി ഇത് മലപ്പുറം കോട്ടക്കൽ ബേസ് കഥയാണെന്ന് തീരുമാനിക്കുമ്പോഴേ പിന്നെ ആ ലാംഗ്വേജ് തന്നെ എഴുതണമല്ലോ. അപ്പം അതിനായിട്ടൊരു വേറെ ആരും വേണ്ടി വന്നിട്ടില്ല. അത് നിങ്ങൾ ഭയങ്കര റൂട്ടഡ് ആയിട്ട് ആലോചിക്കാനാണോ ചേട്ടൻ ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് വെച്ചിരിക്കുന്നത്, അതോ അത് കഥ ലൊക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? ഇത് മലബാറിൽ പറഞ്ഞാൽ ആയിരിക്കും ഈ കഥ വർക്കാവുന്നത്. കാരണം ഈ കഥയിലെ ഈ പറഞ്ഞ മേജർ കോൺഫ്ലിക്റ്റ് അടക്കം അങ്ങനെ പറയുമ്പോഴായിരിക്കും അത് കുറച്ചുകൂടെ കൺവിൻസിങ് ആവുക. മീൻസ് ഈ പറഞ്ഞ പോലെ ഇപ്പം അഭിലാഷും ഷെറിൻ മൂസിയും ഒക്കെ ജീവിക്കാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ തന്നെയാണ്. അപ്പം ഞാനതിനെ ഒരു സ്ഥലം എന്ന രീതിയിൽ, കാരണം ഇതിൽ സ്മെല്ലൊരു എലമെൻ്റാണ്. എൻ്റെ നാട്ടിൽ ഈ സ്മെല്ല് ഭയങ്കര, കാരണം ഈ ഊതും അത്തറും ഒക്കെ ഭയങ്കര ഉള്ളൊരു നാടാണ് കോട്ടക്കൽ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോട്ടക്കലിലേക്ക് ഫിക്സ് ചെയ്തത്. പിന്നെ ഇത് ഞാൻ കുറച്ചുകൂടി പറഞ്ഞാൽ എനിക്കതൊരു കംഫർട്ടായിട്ട് തോന്നി. കുറച്ചുകൂടെ ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും. ഇപ്പം ഒരു റോഡ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട്, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് എന്നുള്ള സാധനം എനിക്ക് കുറച്ചുകൂടെ ഈ വേറൊരു ഒപ്പീനിയൻ എടുക്കാത്തത് പറയാൻ പറ്റുന്നൊരു സ്പേസ് അവിടെ കിട്ടി. അത്തരത്തിലുള്ളൊരു
കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഷംസൂനും ഈ ഐഡിയ എക്സൈറ്റിംഗ് ആയതിൽ ഒരു കാര്യം ആ. ഇത് ഷംസൂന് പരിചയമുള്ള ഷംസൂന്റെ നാട്ടിൽ നടക്കുന്ന കഥയും കൂടാണ്. അപ്പം എനിക്കും കുറച്ചുകൂടെ നന്നായിട്ട് ആ നാട് അറിയാം എന്നുള്ള ഇതെല്ലാം കൊണ്ടുമാണ് ഷംസൂൻ ഐഡിയ കുറെ കൂടെ ഇനി വീണ്ടും എക്സൈറ്റിംഗ് ആവുന്നത് പരിപാടി. ഇപ്പൊ പാട്ടിലാണെങ്കിലും തട്ടത്തിൽ എന്ന് പറയുന്ന പാട്ടിൽ കാണുന്ന സീക്വൻസുകളൊക്കെ നമ്മൾ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇപ്പം മുടി കളച്ചിൽ എന്ന് പറയുന്നൊരു സെഗ്മെന്റ് എനിക്ക് തോന്നുന്നെല്ലാം സിനിമയിലൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം അതിനെപ്പറ്റി. അപ്പം അതെനിക്ക് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതും ഞാൻ കണ്ടൊരു സംഭവം ആയതുകൊണ്ട് അപ്പം അങ്ങനെ കുറേ എലമെന്റ്സുകൾ ഓൾറെഡി കഥയിലുണ്ട്, അതിൻ്റെ സീനുകളിലും അത് വന്നിട്ടുണ്ട്. അപ്പം എനിക്കതിനെ പ്ലേസ് ചെയ്യാൻ ഭയങ്കര കുറച്ചുകൂടെ സൗകര്യമായിട്ട്. ഷംസുച്ചന്റെ ആദ്യം ഇറങ്ങിയ സിനിമയും ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന അഭിലാഷത്തിലും ഇനിഷ്യലായിട്ട് നമ്മൾ പുറത്തേക്ക് ഔട്ട് വരുന്നത് ഒരു പാട്ടാണല്ലോ വരുന്നത്. അതിന്റെ ഒരു വീഡിയോ സോങ് ആയിട്ട് തന്നെ വരുന്നത്. രണ്ട് ട്രാക്കിനും പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസ് എന്നല്ല, ഒരു മൂഡ്, അത് എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ്, അത് ശരിയാണെന്നുള്ള പറയുന്നത്. ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസ്, ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള അത് എന്നാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഈ ഫ്രെയിം ബൈ ഫ്രെയിം ഭയങ്കര റിച്ച് ആയിട്ടുള്ള അത് എന്താ അതിന്റെ ഒരു പരിപാടി? അത് നിങ്ങളത് മനഃപൂർവ്വം പുൾ ഓഫ് ചെയ്യുന്നതാണോ അങ്ങനെ? അതോ അല്ല, മണിയറയിലെ അശോകനിലെ ഓടുന്നില്ല ട്രാക്ക് അതായിരിക്കും അതെ, ഉദ്ദേശിച്ചത് അതെ. തോന്നുന്നു, അല്ല അത് ഒരിക്കലും മണിയറയിലെ അശോകന് വേണ്ടി ചെയ്ത ട്രാക്ക് ആയിരുന്നില്ല. അത് ഞാനും ഷംസുക്കയും പണ്ട് പരിചയം തുടങ്ങിയ സമയത്ത് ഷംസുക്ക എഴുതി വെച്ച ഒരു ലിറിക്സ് എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ വെറുതെ ഒരു പാട്ടുണ്ടാക്കി വെച്ചു. പിന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടായി മണിയറയിലെ അശോകൻ എന്നുള്ള പടം പ്ലാൻ ചെയ്യുന്നത്. അന്ന് ഈ പടം പ്ലാൻ ചെയ്ത സമയത്ത് ഈ പാട്ട് എന്തായാലും നമ്മളെ പാട്ടാ, വേറെ ആർക്കും അതിൽ ദുൽഖറിനും സണ്ണി വെയിനും ഡിഗറിക്കും ഒക്കെ ഒരുപോലെ ആ പാട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഷംസുക്ക അവരെ കേൾപ്പിച്ചു. അപ്പൊ അവർക്ക് അത് പടത്തിൽ വെച്ചാൽ കൊള്ളാന്ന് തോന്നി. അങ്ങനെ നമ്മൾ ആ പടത്തിലേക്ക് ഈ പാട്ട് വന്ന്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ഈ തട്ടത്തിലാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്ത് ആക്ച്വലി ഇങ്ങനെ തന്നെ സൗണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ട്രാക്ക് ആയിരുന്നില്ല. ഇത് ഈ സിറ്റുവേഷൻ പറഞ്ഞു, അഭിലാഷത്തിലെ ഇതാണ്, ഈ സിറ്റുവേഷൻ ആണ്, ഇങ്ങനെയാണ് ഇതിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഷർഫുക്ക ഞാനും ഷർഫുക്കയും കൂടി ഒരു ദിവസം ഈ പാട്ടിന്റെ ആക്ച്വലി മേക്കിംഗ് പ്രോസസ്സും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അതായത് നമ്മൾ വെറുതെ ഒരു ട്യൂൺ ഉണ്ടാക്കി ഷംസുക്കനെ കേൾപ്പിച്ചു, അത് ഓക്കെ ചെയ്ത് അതിൽ ലിറിക്സ് ചെയ്ത് അങ്ങനെ ഒരു പ്രോസസ്സേ ആയിരുന്നില്ല. ഷംസുക്ക വന്ന് ഇങ്ങനെ കഥ പറഞ്ഞു, സിറ്റുവേഷൻ പറഞ്ഞു, ഷർഫുക്കൻ്റെ അടുത്തും പരിപാടി പറഞ്ഞു, ഷർഫുക്ക ലിറിക്സ് ചെയ്തുകൊണ്ട്. കാരണം ഞാനും ഷർഫുക്ക ഒരു ദിവസം ഇരുന്ന് ഷർഫുക്ക വന്ന് തക്കത്തിൽ എന്നുള്ള വേർഡ് ആദ്യം ഉണ്ടായിരുന്നില്ല, തട്ടത്തിൽ എന്നുള്ളൊരു വേർഡ് എഴുതി അതൊരു ട്യൂൺ ഉണ്ടാക്കി, തട്ടത്തിൽ ആ ഇപ്പൊ കേൾക്കുന്ന ട്യൂൺ ഉണ്ടാക്കി, പിന്നെ ഒരു വരി കൂടി എഴുതി, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. പിന്നെ ആ പാട്ട് ചെയ്തു വരുന്ന ഒരു ഫ്ലോയിൽ അതിന്റെ സൗണ്ടിങ് അങ്ങനെ ആയി വന്നതാണ്. ഓഫ് കോഴ്സ് ആ പടത്തിന്റെ പശ്ചാത്തലമായിട്ട് ഈ പാട്ടിന്റെ ആ ഒരു മൂഡും കണക്ട് ആയി. പിന്നെ അങ്ങനെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. അല്ലാണ്ട് അതൊരു ഓടുന്നില്ല ഒരു അതിന്റെ തന്നെ ഒരു പരിപാടി ആയിരിക്കണം ഇത്, അല്ലെങ്കിൽ അങ്ങനെ ആരും നമ്മള് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചത്. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ ഒരു കളക്ഷൻ ഫീൽ ആയിട്ടുണ്ടെങ്കിൽ അത് അല്ല, സിനിമയിൽ എവിടെയൊക്കെയോ സ്വഭാവം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ജനിതക ആ. ടേസ്റ്റ് അറിയുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ഒബ്വിയസ്ലി ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ മണിയറ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്നുള്ള സാധനം നമ്മൾ പങ്കുവെക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണത്. അപ്പൊ ആ രീതിയിൽ ഏതാണ്ട് അതേ ഫ്ലേവർ ഉള്ള എന്നാൽ അതിനേക്കാളും എലമെന്റ്സുകളും കുറച്ചുകൂടെ കൃത്യതയുള്ള കഥയാണ് അഭിലാഷത്തിന്റെ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ വിഷ്വൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാനും സജാദ് കാക്കു ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന, അപ്പം എനിക്കും 48 ഫ്രെയിംസ് ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു കളർ പരിപാടികൾ ഏകദേശം ഒരു മൂഡാണ്. അപ്പം ആ 48 ഫ്രെയിംസും ഈ കളറും അതിൻ്റെ കൂടെ ശ്രീഹരിൻ്റെ സൗണ്ട് വന്നാൽ തന്നെ ഇത് മൊത്തത്തിൽ നമ്മുടെ ഒരു സാധനമായിട്ട് മാറുവാണ്. മീൻസ് അതിപ്പം ബോധപൂർവ്വം ഞങ്ങൾ മാറ്റിപ്പിടിക്കാൻ വേറെ പടം ചെയ്യുന്നുണ്ട് വേറെ ജോണറിൽ. എനിക്ക് പരിപാടി പണം ചെയ്യുന്നില്ല. ആക്ച്വലി ഷംസുക്കന്റെയും കാക്കുവിന്റെയും കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്റ്റൈൽ ഓഫ് വീഡിയോ ഇത് വേറെ ഭയങ്കര രസമുള്ള ശ്രീഹരി പറഞ്ഞൊരു കാര്യം കേട്ടോ. അതായത് ഇപ്പൊ എത്ര പേര് എനിക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്ന് എനിക്കറിയില്ല, വളരെ കുറവാണ്. ശ്രീഹരി നമ്മൾ ലിറിക്ക് എഴുതി കൊടുത്ത ഇത് ആക്ച്വലി പണ്ടത്തെ രീതിയായിരുന്നു. നമ്മൾ വരി എഴുതിയിട്ട് അത് ട്യൂൺ ചെയ്യാന്ന് പറയുന്നത് ഒരു കാലത്തിന് ശേഷം അങ്ങനെ ആരും ഫോളോ ചെയ്യുന്ന രീതിയല്ല. കാരണം മ്യൂസിക് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പാടാണല്ലോ. പക്ഷെ ശ്രീഹരി അതിനെ ബ്രേക്ക് ചെയ്ത് ചെയ്യുന്ന ഒരാളും കൂടാണ്. ഇപ്പം ഞാൻ പരസ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈവൻ പരസ്യത്തിൽ ചില സമയത്ത് മ്യൂസിക് ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ തന്നെ ഒരു വരികൾ എഴുതിയിട്ട് കൊടുക്കും. അപ്പം അത് കൊടുത്താലും ശ്രീഹരി അതിനെ ഓൾമോസ്റ്റ് ഞാനിപ്പം ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു പൊട്ട ട്യൂൺ ആണെങ്കിൽ അതിനെ ബെറ്റർ ആക്കിയിട്ട് അത് അപ്പം അങ്ങനെ എല്ലാവരും എപ്പോഴും ചെയ്യില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഷംസു ആണെങ്കിലും ചില പാട്ടുകൾ എഴുതി വരികൾ എഴുതി കൊടുക്കുന്നതിൽ നിന്ന് ശ്രീഹരി അത് തുടങ്ങാറുണ്ട്. അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അത് കുറവാണ്. ശ്രീഹരി അങ്ങനെ ചെയ്യുമ്പോൾ പാട്ടുകൾ ഹിറ്റ് ആവുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പം ഓളാണെങ്കിലും ഓള് ലിറിക്സ് എഴുതി മഞ്ചത്തിപ്പെണ്ണ് ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്ത തട്ടത്തില്
തട്ടത്തിലെ ലിറിക്സ് ആക്ച്വലി ലിറിക്സ് എഴുതിക്കൊണ്ട് കമ്പോസ് ചെയ്തതാ. അതായത് ആ. മൊത്തം എഴുതി ലിറിക്സ് തന്ന് കമ്പോസ് ചെയ്തത്. അതായത് പുള്ളി രണ്ടുപേരും എഴുതും കമ്പോസ് ചെയ്യും അങ്ങനെ ചെയ്തതാ. ഇപ്പൊ ഒരു പ്രേമപ്പനി എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഇറങ്ങി. ഉം. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം വാട്സാപ്പിൽ ഇങ്ങനെ കുറച്ച് സാധനം അയച്ചു തന്നു. അത് ഷൂട്ടിന്റെ സമയത്ത് അയച്ചു തന്നാന്ന് തോന്നുന്നു. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ആ സമയത്ത് അയച്ചു തന്നതാ. അതിൻ്റെ ഒരു വ്യത്യാസം കൂടെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഈ നമ്മുടെ സിനിമ എന്ന് മാത്രമല്ല മൊത്തത്തിൽ അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് നല്ല മീറ്ററിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് എഴുതിയിട്ട് അതിൻ്റെ മീറ്റർ ഒപ്പിച്ച് ലിറിക്സ് എഴുതുന്നതിനെക്കാട്ടിലും ഭയങ്കര സോളായിരിക്കും പാട്ടിനും പാട്ടിലെ വരികൾക്കും. തട്ടത്തിൽ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഞാൻ എഴുതിയ പടം എന്ന് മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഷംസ് ചെയ്ത പടം എന്ന് മാറ്റി നിർത്തി, ഞാൻ കേട്ട ഏറ്റവും ബെസ്റ്റ് ലിറിക്സിൽ ഒന്നാണ്. ഭയങ്കര ഗംഭീര ലിറിക്സ് ആണ്. എനിക്ക് ഷറഫൊക്കെ ഇത്ര ഗംഭീര ലിറിസിസ്റ്റും കൂടെ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ ലിറിക്സ് എഴുതി ഇടയ്ക്കിടയ്ക്ക് ലിറിക്സ് ചില വേർഡ്സ് ഒക്കെ മാറ്റും. റിസർച്ച് ചെയ്ത് പാട്ടിനെ വിളിച്ചതാ പുള്ളിനെ, ഈ ഒരു പാട്ട് ചെയ്യാന്നും പറഞ്ഞ് തുടങ്ങിയതാ. ബാക്കി ഫുൾ പാട്ടും ഒരു പാട്ട് അതിന് മുമ്പ് സുഹേൽ കോവായിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്ത് സുഹേൽ കോവയുടെ പ്രോസസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി പാട്ടിൽ ആരെ ഏൽപ്പിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുമായിരുന്നു. തട്ടത്തിലിന്റെ ആദ്യത്തെ ഒരു 4 വരി കേട്ടപ്പോൾ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ഇനിയുണ്ട് നല്ല ലിറിക്സ്. പക്ഷെ എനിക്ക് വേറെ കാര്യം തോന്നിയെന്ന് വെച്ചാൽ ഈ ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാ കുറച്ചും കൂടി ഒറിജിനൽ ആയിട്ട് വരുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും. ഇപ്പോ നമ്മളൊരു ഹം ചെയ്യുന്ന സമയത്ത് നോർമലി നനന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിലബൽ, അങ്ങനെ സിലബൽ എന്നല്ല പറയാം, ഒരു വേർഡ് എടുത്തിട്ട് അത് ഹം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡമ്മി വേർഡ് എടുത്ത് ഇങ്ങനെ പാടുക. അതാണ് സാധാരണ ചെയ്യാറുള്ളതെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ പാടുന്ന സമയത്ത് പാടി തുടങ്ങി ഒരു 4-5 ബാർ കഴിയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ തലേദിവസം കേട്ട പാട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേട്ട് മാറും, അല്ലെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ റിലീസ് ആയിട്ടുള്ള ഏതെങ്കിലും പാട്ട് നമ്മൾ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാട്ടിന്റെ റൂട്ട്സ് ഒക്കെ ഇതിൽ കയറി വരുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ കുറെ പാട്ട് ഉണ്ടാക്കി തുടങ്ങി കുറച്ചുമ്പോൾ ഇതാ പാട്ടല്ലേ അങ്ങനെ ആയി വരും. ഈ ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഒറിജിനൽ ആയിട്ട് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് ഒരു ഭയങ്കര ഡിഫറൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നത്, ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അറിയില്ല, അതുകൊണ്ട് ഞാനെപ്പോഴും പറയാ ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഞാൻ അതായിരിക്കും കൂടുതൽ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു, സിറ്റുവേഷൻ നല്ലതാണെങ്കിൽ. തട്ടത്തിൽ നിന്നാണോ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്? അതൊരു അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? അതോ തട്ടത്തിൽ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് തട്ടത്തിൽ വരുന്നത്. പക്ഷെ അതിന് മുമ്പേ ഒരു പാട്ടുണ്ട്. മൊത്തം എത്ര പാട്ടുണ്ടോ? മൊത്തം പാട്ടായി പറയുകയാണെങ്കിൽ 6 പാട്ടാണുള്ളത്. പക്ഷെ അത് 4 പാട്ട് മാത്രമാണ് ഒരു ഫുൾ ലെങ്ത് എന്ന് പറയാനുള്ളത്. ബാക്കി 2 ഇപ്പൊ ഒന്നിറങ്ങിയ പ്രേമപ്പനി എന്നുള്ള ട്രാക്കും പിന്നെ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് വന്നിട്ടില്ല ആ ഒരു ട്രാക്ക്. പ്രേമപ്പനി ഷംസു ചേട്ടനാണോ? അങ്ങനെ പാട്ടായിട്ട് അങ്ങനെ എഴുതിയതല്ല. നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് അഭിലാഷിന് പനി പിടിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പം 4 മൊണ്ടാഷസ് ഉണ്ട് അവിടെ. അപ്പം എനിക്ക് ലിറിക്കലി പോകാൻ തോന്നിയപ്പം ഞാൻ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതാ. അപ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് തന്ന ടൂൺ നല്ലതായപ്പോൾ നമ്മൾ അത് അങ്ങനെ ഫിക്സ് ചെയ്തു. അത് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന ചേഞ്ച് ആണോ അതോ? അല്ല, പ്രീ പ്രൊഡക്ഷൻ സമയത്ത്. ഷംസു ലിറിസിസ്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യമൊക്കെ വേണ്ടി വന്ന വേറെ വഴിയില്ലെങ്കിൽ അല്ല, ഇവിടെ നമുക്ക് ആവശ്യം വന്നില്ല. ഇവിടെ ഷറഫൊക്കെ ഉണ്ടായിരുന്നു. കഥയുടെ സോൾ അറിയാവുന്ന കുറച്ചുകൂടെ എളുപ്പമാണോ നിങ്ങൾക്ക് ലിറിക്സ്? ഷംസു ചേട്ടൻ ഫുൾ ഓഫ് പുറത്തുനിന്ന് എഴുതുന്നതിന് അല്ല, ഇപ്പൊ ഷറഫൊക്കെ ഉപയോഗിച്ച പോലത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് അറിയില്ല. ഇപ്പൊ ജനിത്തേട്ടനും എഴുതും, പക്ഷെ ജനിത്തേട്ടന്റെ മീറ്റർ വേറെയാണ്. ഇപ്പൊ കുറച്ചുകൂടെ ഒരു രസമുള്ള ഒരു വേറൊരു സാധനം എഴുതാൻ ജനിത്തേട്ടൻ അടിപൊളിയായിരിക്കും. ഇപ്പം എനിക്ക് കുറച്ചുകൂടി പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ലിമിറ്റേഷൻ ഉണ്ട് വാക്കുകൾക്ക്. ഞാൻ അങ്ങനെ ഭയങ്കര വായനാശീലമുള്ള റിസർച്ച് നടത്തുന്ന ഒരാളല്ല, മനസ്സിൽ തോന്നിയത് അപ്പോൾ എഴുതുന്ന ഒരാളാണ്. ഓളൊക്കെ അങ്ങനെ ഭയങ്കര റാൻഡം ആയിട്ട് അപ്പോൾ ഉള്ളിൽ തോന്നിയ സാധനം എഴുതി അങ്ങനെ വന്നതാ. പക്ഷെ ഷറഫുക്ക പക്ഷേ വേറെ ലീഗാണ്. പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു വാക്ക് വർക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം 10 വാക്ക് തപ്പിയെടുത്തിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. ഷറഫുക്ക വളരെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയത്. പുള്ളി റൈറ്ററാണ്, നല്ല റൈറ്ററാണ്. അപ്പം എന്തുകൊണ്ടാണ് മൂസിൻ അടിപൊളിയായിട്ട് മൂസിൻ്റെ ലിറിക്സ് നന്നാവുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന റീസൺ അതും കൂടെ. കാരണം പുള്ളി ഒരു ഡയറക്ടറുമാണ്, പുള്ളി ഒരു റൈറ്ററുമാണ്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര നന്നായിട്ട് ആ സബ്ജക്റ്റ് അറിയാം. അപ്പോൾ അയാളുടെ അടുത്ത് വൊക്കാബുലറിയും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര നല്ല ഫ്ലോ ആയിരിക്കും. ഭയങ്കര നന്നായിട്ട് പുള്ളിക്ക് അതിൻ്റെ ഫീൽ എന്താണോ നായകൻ്റെ നായികയുടെ അല്ലെങ്കിൽ ഇമോഷൻ ആ സിറ്റുവേഷന് വേണ്ടത് വളരെ ഭംഗിയായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവർക്ക്. ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ തക്കത്തിൽ തന്നിട്ട് പോയത് എന്താന്നുള്ളത് അത്രയും ജെല്ലാണ് ഈ സിനിമയിൽ. ആ വരികളിലെ കഥയുണ്ട്, സിനിമയുടെ ഒരു കഥയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അതാണ് ആ പടം പുള്ളി 2 വരിയിൽ കൃത്യമായിട്ട് പുള്ളി അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ഉള്ളതാണ്. തക്കത്തിൽ എന്താണ് തന്നിട്ട് പോയത്, അതാണ് സിനിമ, അതാണ് പടം. അതിനെ വേർഡ്സ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്
മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് അതിലെ വേർഡ്സിന്റെ ചില വേർഡ്സ് ചിലപ്പോൾ പുറത്തുള്ള, അതായത് മലബാർ ഏരിയ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. എന്താ വെച്ചാൽ അത് മലബാറിൽ യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ആ പാട്ട് ആക്ച്വലി എന്താണെന്ന് നമ്മളിപ്പോഴും മനസ്സിലാവും. മോറിലും മാറിലും എന്നൊക്കെ പറയുന്നതൊക്കെ, മോറ് എന്ന് പറയുന്നതൊക്കെ മുഖം മുഖം എന്നാണ്. അല്ല, നമ്മൾ ആക്ച്വലി പാട്ട് ഹിറ്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പാട്ട് കേട്ട എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഇപ്പോഴും ഈ പാട്ട് കറക്റ്റ് ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. ഈ പാട്ട് ഇതിലും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ സിനിമ റിലീസ് ആകുമ്പോഴോ റിലീസിന് ശേഷമോ ഞങ്ങൾ ചെയ്ത പാട്ടായിട്ട് പൊക്കി പറയുന്നതല്ല. കാരണം ആ പാട്ടിൽ കറക്റ്റ് ഉണ്ട്. നമ്മളൊരു 2 മണിക്കൂർ സിനിമയെ പറ്റി പറയുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രൊമോഷൻസിന് പോകുമ്പോഴൊക്കെ പറയുന്നത്, ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സിനിമ പോയി കണ്ടോളൂ, പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് നോക്കിയിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തും, അത് വരും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ നോമ്പ് സമയവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പെരുന്നാൾ റീലുകളിലൊക്കെ നമ്മൾ തട്ടത്തിലൊക്കെ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതിൽ ഞാനും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഒരു ഇമോഷണലി കണക്ട് ആവുന്നു. സോ നോർമലി ഒരു പാട്ട് ചെയ്ത സമയത്ത് എന്താ വിചാരിക്കുക, ഇത് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളൂല. ഇതായിരുന്നു എന്റെ എക്സ്പെക്ടേഷൻ, ഇത്ര മാത്രമായിരുന്നു. യൂട്യൂബിലൊക്കെ കമന്റ്സ് വായിച്ചതിലും പിന്നെ എനിക്ക് കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വന്നു. അതായത് കുറെ ആൾക്കാർക്ക് സ്കൂളിൽ പഠിച്ച പണ്ടത്തെ കാമുകിയുടെ ഓർമ്മ വന്നു, അല്ലെങ്കിൽ സ്കൂൾ കാലം ഓർമ്മ വന്നു. അങ്ങനെ കുറെ നൊസ്റ്റാൾജിയ വന്നു, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര കണക്ട് ആയി. പാട്ട് കേട്ട സമയത്ത് എവിടെയൊക്കെയോ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വിഷ്വൽ ബ്രീഫ് ഉണ്ടോ? അപ്പൊ ചേട്ടൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആ വിഷ്വൽസിന്റെ ഒരു ബ്രീഫ് ഉണ്ടോ? ഒരു ബേസിക് ഐഡിയ സംസ്ക പറഞ്ഞിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ അതാ പറഞ്ഞത്, ഷർഫുക്കയും ഞാനും കൂടി ഇരുന്ന് ആ ഒരു ഫ്ലോയിൽ ഉണ്ടായതാ. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അല്ല, തട്ടത്തില് ആക്ച്വലി അത് ഇവർ രണ്ടുപേരുടെയും ഭയങ്കര എഫേർട്ട്. ഞാൻ ആക്ച്വലി ഇവരോട് ഞങ്ങൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ ഞാൻ അവിടെ ജനിതേട്ടനോട് പറഞ്ഞത്, ഒരു പാട്ട് തുടങ്ങുന്നു എന്നുള്ളതും ആ പാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും ജനിതേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോൾ ചോദിച്ചിരുന്നു ആ സമയത്ത്, ഒരു വട്ടപ്പാട്ട് നാട്ടിലെ മലബാറിലെ വട്ടപ്പാട്ട് കലാരൂപം അവിടെ പ്ലേസ് ചെയ്താലോ, കാരണം ഇതൊരു യൂത്ത് ഫെസ്റ്റിവലിൽ തുടങ്ങുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഈ സോങ്. അപ്പം അങ്ങനെ പ്ലേസ് ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പാട്ട്, എൻ്റെ നാട്ടിലുള്ള ഒരു പാട്ട് ഞാൻ ആദ്യം അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിരുന്നു. അപ്പം ഞാൻ ഷർഫക്കയോട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം വന്നാൽ, അങ്ങനെ ആ സ്വഭാവത്തിൽ നിന്ന് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ ഈ പാട്ടിലേക്ക്, കോറസ്. അതിലൊരു സാധനം ഉണ്ട് ആക്ച്വലി. അതിപ്പോഴാണ് ആക്ച്വലി നമ്മള് ആ പാട്ട് അന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇന്ന് അത് ഡിസ്കസ് ചെയ്യുന്നു. അതില് സെക്കൻഡ് വേഴ്സ് തുടങ്ങുന്ന സമയത്ത് തേർഡ് വേഴ്സ്, അതായത് ഇതിന്റെ നമ്മളിവിടെ പറയാം അനുപല്ലവി ചരണം, ഇതിന്റെ രണ്ടിന്റെയും ട്യൂൺ സെയിം. അത് പണ്ടത്തെ ഫോർമാറ്റ് ആണ്. അപ്പോ അതിൽ ഒരു പോർഷൻ ഉണ്ട്, അതായത് ആദ്യത്തെ കരളിലെ കാണാത്ത അതുപോലെ പ്രേമത്തിൻ മുല്ലത്തെ, ഇത് ആക്ച്വലി ഒരു വട്ടപ്പാട്ട്. അതായത് പ്രേമത്തിൻ മുല്ലത്തെ മുട്ടിട്ട് നിക്കണ അവനത്, അങ്ങനെ പാടുന്ന സാധനം. അത് വളരെ കോറസ് ഒക്കെ കൈയൊക്കെ കൊട്ടി, വട്ടപ്പാട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല മറ്റേ. അപ്പൊ അങ്ങനെ പാടുന്ന ഒരു സാധനം, അത് ഈ പാട്ടിലായി വന്നതുകൊണ്ട് വട്ടപ്പാട്ട് ആൾക്കാർക്ക് മനസ്സിലാവത്താണോ എന്ന് അറിയില്ല. പക്ഷെ അത് ആക്ച്വലി ഒരു വട്ടപ്പാട്ടാ. ആ ഒരു ഏരിയ ഒരു കോറസ് പോർഷൻ. പക്ഷെ ഇത്രയും സൗണ്ട് പേര് വന്നിട്ടുണ്ട് ഒരു. നമ്മള് കോറസ് വേണം, നിറയണം. അതായത് ഒരാൾക്ക് ആ ബ്രീഫിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു റെഫറൻസ് വട്ടപ്പാട്ടുകളായിരുന്നു. കാരണം വട്ടപ്പാട്ടിന് മലബാറിന്റെ സൗണ്ടിങ് ഉള്ളത് കൊണ്ട് അത് അധികം വന്നിട്ടുമില്ല. ഇപ്പൊ കോൽക്കളി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം, പക്ഷെ വട്ടപ്പാട്ട് അത്ര ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനം ഭയങ്കര രസമാണ്, സുഖമാണ്. ഇപ്പം തട്ടത്തിൽ കേൾക്കുമ്പോൾ ആക്ച്വലി തട്ടത്തിൽ 2 രീതിയിൽ കേൾക്കാൻ പറ്റും. തട്ടത്തിൽ ശരിക്കും ആദ്യമായിട്ട് പ്രേമം തോന്നുമ്പോൾ ഉള്ള ആ ഒരു ഭയങ്കര രസമുള്ള ഇമോഷനായിട്ടും ആലോചിച്ച് നോക്കാം, അതിലൊരു പെയിനും ഉണ്ട്. ആ 2 രീതിയിൽ ആ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അത് അഗെയിൻ ഇപ്പോൾ ഷർഫുക്ക കൃത്യമായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ആ സബ്ജക്റ്റ് സംവിധായകനെ പോലെ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്ററെ പോലെ പുള്ളിക്ക് ആ സബ്ജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് പുള്ളിക്ക് അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ പവറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പുള്ളിക്ക് അതിലെ പെയിൻ അറിയാം. അപ്പം അതുകൊണ്ടാണ് അത് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ പറയാ. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ് പുള്ളി. അതിന്റെ ഒരു, പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയിലൊരു മൊമെന്റില് തട്ടത്തില് ബാക്കി വെച്ചതും കൂടെ നമ്മൾ പറയുന്നുണ്ട്. തട്ടത്തിലിന്റെ ആക്ച്വലി ഒരു സാഡ് വേർഷൻ, അല്ലെങ്കിൽ അതിന്റെ ആ പാട്ടിൽ ആക്ച്വലി പറഞ്ഞ പോലെ ഒരു പെയിൻ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ഒരു സീൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ മൊത്തം തട്ടത്തിലാണ്. ഒരു മേജർ പോയിന്റ് ഉണ്ട് ആക്ച്വലി. ആ പോയിന്റിലൊക്കെ ഈ തട്ടത്തിൽ നിന്നുള്ള മെലഡിയും ബാക്കി കുറെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അത്
പടം കാണുമ്പോ മനസ്സിലാവും. പാട്ട് വിചാരം എന്നുള്ള ഷോ ഒക്കെ ആയിപ്പോയ പോലെ. അല്ല, പാട്ട് അത്രയും റീച്ച് ആയിട്ടുണ്ട് ശരിക്കും. നിങ്ങൾക്ക് അത് എത്രത്തോളം അറിയുമെന്ന് എനിക്ക് അറിയില്ല. അത് ഇപ്പൊ ചിലപ്പോൾ അല്ല, ഹം ചെയ്യുന്നുണ്ട് അല്ല ചിലപ്പോൾ. അങ്ങനെ അതാണ് ആഗ്രഹിക്കുന്നത്. പരമാവധി ആളുകളിലേക്ക് എത്തട്ടെ. ഇപ്പൊ നാട്ടില് നല്ല പാട്ടാണ് അത്. റാൻഡം ആയിട്ട് ചിലവര് ഹം ചെയ്യും. അവർക്ക് പടം ഏതാന്ന് അറിയില്ല. പക്ഷെ പാട്ട് അവര് കിട്ടിയിട്ടുണ്ട്, അവരുടെ ഉള്ളിലുണ്ട്. പടം ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാം. എടാ എവിടെ കേട്ടു? അതിങ്ങനെ മൂളിക്കൊണ്ട് കിടക്കാണ്. ചിലപ്പോൾ ഒരു വരിയായിരിക്കാം. ചിലപ്പോൾ ലിറിക്സ് പോലും ഉണ്ടാവില്ല. വെറുതെ ഇതിങ്ങനെ മൂളുന്നു മാത്രം. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പാട്ടിനെയാണ് മാർക്കറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാട്ടറിഞ്ഞ് ഇതേത് സിനിമ എന്ന് അന്വേഷിച്ച് നമ്മുടെ സിനിമയിലേക്ക് ആൾക്കാർ എത്താൻ വേണ്ടിയിട്ട്. കാരണം പണ്ട് അനുരാഗ വിലോചനായി, ലജ്ജാവതിയെ, അതൊക്കെ ആക്ച്വലി പടത്തിന്റെ പേരൊക്കെ പിന്നീട് ആൾക്കാർ അറിയുന്നത്. ആ പാട്ട് ഹിറ്റായിട്ട് ആ പാട്ടുള്ള പടം കാണാൻ പോയ ഒരു ഓഡിയൻസ് നമുക്ക് ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർക്ക് പിന്നെ കാലത്തെ അതിജീവിക്കുന്ന ഒരു ഐറ്റം കൂടെ ആയതുകൊണ്ട് പാട്ട് കുറച്ചു കാലം കൂടെ നിന്ന് പോകും തോന്നുന്നു. കേട്ടാ ഇല്ല അത് അൾട്ടിമേറ്റ്ലി അത് സിനിമയിലേക്കും ആളുകളെ അല്ല, കൊണ്ടുവരണം എന്നുള്ളതാണ് കൺവേർട്ട് ആയിട്ട് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ചാൻസ് എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ ഓൾറെഡി നിങ്ങളൊരു മൂഡ് സെറ്റ് ചെയ്തിട്ടാണല്ലോ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതെ 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 അതെ. അല്ല അതിന് ഏറ്റവും ഹെൽപ്പ് ആവും. കാരണം ആ പാട്ടിന്റെ ഏറ്റവും വലിയ ഗുണം അതാ. നമ്മള് ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും എനിക്ക് തോന്നി ആ പാട്ടിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ. അങ്ങനെയും തോന്നിയിരുന്നു. ഇതിന്റെ ഇപ്പോ ലൈക് കാസ്റ്റിംഗിലോട്ട് വരുമ്പോ ഇപ്പൊ സൈചേട്ടൻ ആണെങ്കിൽ പോലും ഒരുപാട് നാൾക്ക് ശേഷം സൈചേട്ടൻ നമ്മൾ ഈ ഒരു സ്പേസിൽ കാണുന്നു. ഇപ്പൊ ബാക്കിലേക്ക് ആ മുടി വളർത്തുന്നതും ആൾ നടക്കുന്നതും ആളൊരു റൊമാൻറ്റിക് ഷെയ്ഡിൽ കാണുന്ന ആക്ച്വലി കുറെ നാൾ കഴിഞ്ഞിട്ടാ. ഒരു ക്യാരക്ടർ നിങ്ങൾ ഇപ്പൊ ദിലീഷ് ചേട്ടനൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കാസ്റ്റിംഗ് പ്രോപ്പർ ആണെങ്കിൽ ഇത്ര ശതമാനം തീർന്നു അല്ലെങ്കിൽ ഇത്ര ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഈവൻ നിങ്ങൾ കാസ്റ്റിംഗ് കോൾ പോലും ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോ സൈചേട്ടനും മറ്റുള്ളവർ ഉൾപ്പെടെ ആ നാട്ടിലുള്ള ആളുകളുണ്ടോ നിങ്ങളുടെ സിനിമയിലെ ഒരു ചുറ്റുവട്ടത്തും? പിന്നെ കാസ്റ്റിംഗിനെ പറ്റി നിങ്ങൾക്ക് എന്താ? ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ സൈചേട്ടൻ 150 സിനിമകളായി. സൈജു കുറുപ്പിനെ ആലോചിച്ച് സൈജു കുറുപ്പിന് വേണ്ടി എഴുതുന്ന അടുത്ത സിനിമയായിരിക്കും ഇത് നമ്മള് സൈജു ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുമ്പോൾ സൈജു ചേട്ടനെ അല്ലാതെ എനിക്ക് ഈ സിനിമ അതിനെ നമ്മൾ ചെയ്ത സിനിമ ആയതുകൊണ്ടും നമ്മളത് കണ്ടു കഴിഞ്ഞുകൊണ്ടും കൂടെ ആയിട്ട് കൂട്ടിയാൽ മതി. കുറച്ച് നമ്മൾ പറയില്ല ടാക്സ് ഉണ്ടെന്ന് കൂട്ടിക്കും. പക്ഷെ എന്നാലും എനിക്ക് സൈജു ചേട്ടൻ അല്ലാതെ വേറൊരാളെ എനിക്ക് ഈ സിനിമയിൽ, കാരണം സൈജു ചേട്ടൻ അത്ര സൈജു ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയ കഥയും കൂടാണിത്. സൈജു ചേട്ടനിലൂടെ ഉണ്ടായ കഥയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവുമല്ലോ. അത്ര ജെന്യുവിൻ ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു അഭിലാഷായിട്ട് എനിക്ക് പേഴ്സണലി ആ അഭിലാഷിനെ ഭയങ്കര അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ റൈറ്ററും കൂടെ ആയതുകൊണ്ട്. അപ്പം അത് സൈചേട്ടനിൽ ഭയങ്കര രസമാണ് അങ്ങനെ കാണാൻ. ഇതേപോലെ തന്നെയായിരുന്നു ജസീം. അതുകൊണ്ടാണ് സൈചേട്ടൻ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം സൈചേട്ടൻ നമ്മളോട് ഇതുപോലൊരു ഫുൾ ലെങ്ത് സാധനം ഉണ്ടാക്കാമോ. കാരണം ജസ്സി എന്ന് പറയുന്ന ആ കഥാപാത്രയുടെ സൈചേട്ടനെ അല്ലാതെ നമുക്ക് വേറൊരാളെ പിന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സോൺ വരും. ഇപ്പോൾ റൈറ്റർ എന്ന് പറഞ്ഞ സ്പേസ് പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷനിലും കണ്ടിന്യൂസ് ജനിറ്റാൻ്റെ ഒരു പ്രസൻസ് ഉണ്ടോ? ഐ മീൻ ത്രൂ ഔട്ട്, അതായത് ഇപ്പോൾ ഡബിങ്ങിലോ അങ്ങനെ ഉണ്ടോ? ഇല്ല. കാരണം ഷംസു ഓൾറെഡി പ്രൂവ് ചെയ്ത, അല്ലെങ്കിൽ ഷംസു അത് ചെയ്യുന്ന ആളാണ്. പിന്നെ വേണ്ടപ്പോൾ എപ്പോഴും നമ്മൾ അവിടെ ഉണ്ട്. ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു, ഒരു മെജോറിറ്റി ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫോൺ കോൾ ഇപ്പുറത്ത് നമ്മളുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടപ്പെടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെടുക്കാനായിട്ടുള്ള നമ്മൾ അവിടെ ഉണ്ടാവുമല്ലോ. അല്ലാണ്ട് അങ്ങനെ ഒരു ത്രൂ ഔട്ട് അങ്ങനെ ഒരു പ്രസൻസിന്റെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മളും ചെക്ക് ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ എതിരഭിപ്രായം പറയുന്ന സാധനങ്ങൾ ഉണ്ടാവും, വർക്കാവാത്തത് പറയുന്നുണ്ടാവും. അത് അങ്ങനെ ഉണ്ടാവാം. ത്രൂ ഔട്ട് മ്യൂസിക്കലായിട്ട് പോകുന്ന ഒരു പടമാണോ അതിന്റെ ഒരു മൂഡ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്? നല്ല പണിയെടുത്തിട്ടുണ്ട്. അത് തൊണ്ടയൊക്കെ പോയി ഇല്ല, ചുമ്മാ കുത്തി നിറച്ചതല്ല. കുത്തി നിറച്ചതല്ല. ഈ പറഞ്ഞ പോലെ എന്റെ ഇന്റൻഷൻ എന്തായിരുന്നു വെച്ചാൽ, ഈ പറഞ്ഞ പോലെ സൈജു ചേട്ടന്റെ ലവ് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഒരു ടൈം പാസോ അല്ലെങ്കിൽ അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന കുറെ അങ്ങനെയുള്ള ഒരു പരിപാടിയല്ല. ഭയങ്കര ട്രൂ ആയിട്ടുള്ളല്ലോ അങ്ങനത്തെ ഒരു ഇമോഷനാണ്. അപ്പൊ അതിന്റെ ജെന്യൂനിറ്റി മ്യൂസിക്കിലൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഇവരുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നണം. സൈചേട്ടൻ്റെ അടുത്ത്, അത് അഭിലാഷ് എന്നുള്ള ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നണം. അപ്പോൾ അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട്. അതായത് ഇങ്ങനെ ചെയ്യുന്ന ഒരാളെടുത്ത് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഭയങ്കര പറയാലോ, അത് ആത്മാർത്ഥ പറയാലോ. അത് ഉള്ള ആൾക്കാരുടെ അടുത്ത് എപ്പോഴും പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല ഒരു അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ആ ഒരു ഇമോഷൻ മ്യൂസിക്കിലൂടെ എങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ടാ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ചെയ്തത്. വെറുതെ ഇങ്ങനെ ഒരു സീൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി
അങ്ങനെ ഒരു എന്താ വെച്ചാൽ മൊത്തം മ്യൂസിക് സോഫ്റ്റ് അങ്ങനെ എനിക്ക് തോന്നുന്നു ലൗഡായിട്ട് വരുന്നത് കുറച്ച് ഉം. ക്ലൈമാക്സ് എത്തുന്ന ആ സമയത്ത്. ബാക്കി എല്ലാ സ്ഥലത്തും എന്നുവെച്ചാൽ മ്യൂസിക് കൂടെ ഉണ്ട്, നമ്മളൊരു ടോൺ സെറ്റ് ആണ്, നമ്മൾ അറിയുന്ന പോലും ഇല്ല നമ്മുടെ കൂടെ. അല്ല ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഇതിനൊരു നല്ല കഥയുണ്ട്, നല്ല വൃത്തിയുള്ള തിരക്കഥയുണ്ട്. ഞാനത് വൃത്തിക്ക് ഷൂട്ട് ചെയ്യുന്ന വിശ്വാസം എനിക്കുണ്ട്. കാക്കു നന്നായി വിഷ്വൽ എടുത്തിട്ടുണ്ട്. എഡിറ്റർ നിമലും നന്നായി പണിയെടുത്തിട്ടുണ്ട്. നല്ല, കാരണം ഓരോ ഘട്ടത്തിലും ഈ സിനിമക്ക് കൃത്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനിതേട്ടൻ എഴുതിയ മീറ്ററിൽ നിന്ന് എൻ്റെ ഷൂട്ടിംഗ് സമയത്തേക്ക് ഞാൻ എൻ്റെ ഒരു പരിപാടിയിലേക്ക് മാറ്റുമ്പോഴുള്ള മീറ്റർ മാറിയിട്ടുണ്ട്. അതിനുശേഷം എഡിറ്റിലേക്ക് എത്തിയപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ്, ഇതൊക്കെ ഇത്രയും ആൾക്കാർ ആത്മാർത്ഥത്തിൽ എഫേർട്ട് ഇട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ സിനിമ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ പോകുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയായിരിക്കും. അത് പാട്ടുകളും അതുപോലെ സ്കോറും. അത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സിനിമേനെ ഈ സിനിമേൻ്റെ ഒരു മൂഡിനെ ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യാൻ ആ മ്യൂസിക്കിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു സീൻ പോലും അടിച്ചു വിട്ടോ അല്ലെങ്കിൽ നമുക്കിത് മതിയെന്നോ, നമ്മൾ അങ്ങനെ ഒരു അങ്ങനെ ചെയ്തിട്ടില്ല. വെള്ളം ചേർക്കാത്ത പരിപാടിയാണ്. കുറെ അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഞാനും ഷംസുഖയും ത്രൂ ഔട്ട് ഡിസ്കഷൻ ആയിരുന്നു. അതായത് ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ഷംസുഖ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താണോ, അല്ലെങ്കിൽ ഇതൊരു തേർഡ് പേഴ്സന്റെ പെർസ്പെക്റ്റീവിൽ മ്യൂസിക് ചെയ്യണോ, അതോ ഈ പറഞ്ഞ ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ, അതായത് അവർക്ക് തോന്നുന്ന ഇമോഷൻ ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ അത് തമാശയായിരിക്കാം, ആ ഒരു ഇമോഷൻ ഇവർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അത് അങ്ങനെ ഓരോ പോയിന്റ് ഡിസ്കസ് ചെയ്ത് നമ്മൾ വെറുതെ ഇവിടെ ഇത് മതി ഇവിടെ ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ടില്ല. ോട്ട് ഡിസ്കസ് ചെയ്ത് ഇൻകേസ് ഫൈനൽ മിക്സ് നടന്നുകൊണ്ടിരിക്കുക, നമ്മള് ഇന്നലെ വരെ ഒരു മ്യൂസിക് എടുത്ത് മാറ്റി ഇന്നിപ്പോ മിക്സ് ലോക്ക് ചെയ്യുമ്പോൾ ഇന്ന് ഇതുപോലൊരു സാധനം നമ്മൾ റീപ്ലേസ് ചെയ്യും. ചെയ്തതാ. ഇന്ന് കാണുമ്പോൾ തോന്നി നമുക്ക് അത് മാറ്റി ഇവിടെ ഇത് ചെയ്താൽ തോന്നി, അങ്ങനെ ഇന്നലെ രാത്രി ഇരുന്ന് ചെയ്ത് ഇന്ന് രാത്രി റീപ്ലേസ് ചെയ്തു. നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മ്യൂസിക് ആക്ച്വലി അങ്ങനെ ഇതിൽ പോയിട്ടുള്ളതാ. എനിക്കും അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പ്രോസസ് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എനിക്ക് പാട്ടുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ രണ്ടും ഇഷ്ടപ്പെട്ടതാ, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഞാൻ കൂടുതൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല ഞങ്ങൾ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും ജനിതേട്ടനൊരു സമയം മാക്സിമം ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഷൂട്ടാണെങ്കിലും നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ പറ്റാതെ പോയത് ഇപ്പോൾ എഡിറ്റിൽ ബാലൻസ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ നമ്മൾ മ്യൂസിക്കിലൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്ത് പൊക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഷംസുട്ടൻ മീറ്ററിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് ഇപ്പോൾ ജനിതേട്ടൻ എഴുതുമ്പോൾ ജനിതേട്ടൻ കാണുന്ന ഒരു വിഷ്വൽസ് ഉണ്ടല്ലോ, ഉറപ്പായിട്ട് ഒരു വിഷ്വൽ കാണും. ദെൻ അത് ഷംസുട്ടനിലേക്ക് വരുമ്പോൾ ഷംസുട്ടൻ കാണുന്ന ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവുമല്ലോ. ആ ഒരു ചേഞ്ച് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്ട്സിന്റെ ഇഷ്യൂ ഉണ്ട്. അതായത് കാണുന്നത് ഇങ്ങനെയാണ്, ലൊക്കേഷൻ ഇങ്ങനെയാണ്, എത്രത്തോളം ബ്രീഫ്ഡ് ആണ് ആളുടെ. ഇപ്പോൾ പത്മരാജൻ സാറൊക്കെ എഴുതുമ്പോൾ എക്സാക്ട് അത് പോയി എടുത്ത് ഷൂട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഉണ്ട് നമ്മുടെ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എഴുത്തിൽ, അത് എങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് പോകുന്നു? ആക്ച്വലി ഷംസാണ് പറയേണ്ടത്. അല്ല അത് അല്ല ജനിതേട്ടൻ ഇതിൽ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഞങ്ങൾ തമ്മിൽ കുറേ കാലമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. ഒരുപാട് പരസ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മിക്കവാറും എനിക്ക് ജനിതേട്ടൻ ഒരു പരസ്യം എഴുതി തരുമ്പം ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെ അത് ലോക്ക് ആവാറുണ്ട്. അതിൽ കൂടുതലൊന്നും നമുക്ക്, കാരണം പെട്ടെന്ന് ഞാൻ എനിക്ക് വേണ്ടത് എന്തെന്ന് പറയുന്നു, ജനിതേട്ടൻ അത് കറക്റ്റ് പിടിച്ച് സെറ്റ്. അപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ ആണെങ്കിലും ഇതിൻ്റെ ഒരു മൂഡും കാര്യങ്ങളൊക്കെ ഫിക്സ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജനിതേട്ടൻ ഒരു മേക്കറും കൂടിയാണ്. അപ്പോൾ ജനിതേട്ടൻ്റെ ഒരു മീറ്ററിങ്, ഞങ്ങൾ തമ്മിലുള്ള ഡയറക്ഷൻ മീറ്റർ ആക്ച്വലി രണ്ടാണ്. പരസ്യങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ജനിതേട്ടൻ സിനിമ ചെയ്യുമായിരിക്കും, ജനിതേട്ടൻ്റെ വീട്ടിൽ ഞാനും സിനിമ ചെയ്യിക്കണം. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു മീറ്ററിങ് ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നില്ല അഭിലാഷ് ജനിതേട്ടൻ ഇതിൽ ഇത്ര സോഫ്റ്റ് ആണെന്ന് തോന്നുന്നില്ല, ഇത്രത്തോളം ഒരു. അപ്പം അതിന് നമ്മൾ കുറച്ച്, അതായത് എൻ്റെ ഒരു ഇത് വരുമ്പോൾ ഇത്രയും മ്യൂസിക്കൽ ആയിരുന്നില്ല, മ്യൂസിക്കലി ആയിരുന്നില്ല ജനിതേട്ടൻ എഴുതിയൊരു. മ്യൂസിക്കലി ആവുന്നത് എൻ്റെ ടേസ്റ്റ് അവിടെ കയറി കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ, മാറ്റങ്ങൾ ഭയങ്കര സിനിമയുടെ കോർ അവിടെയുണ്ട്. ആ സോളിലൊരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ സിനിമയുടെ സീനുകളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മാറ്റമില്ല. ബേസിക് സാധനങ്ങളിലൊന്നും ഒരു മാറ്റവും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ കളറൊക്കെ ചിലപ്പോൾ മീൻസ് അതൊക്കെ മാറില്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കഥ പറയുന്ന സമയത്ത് അയാൾ മഞ്ഞ കളറിലായിരിക്കും കണ്ട്, നമ്മൾ എഴുതുമ്പോൾ പച്ചയായിരിക്കും നമ്മുടെ മനസ്സിൽ. അങ്ങനത്തെ ചെറിയ മാറ്റം ഉണ്ടാവും. പക്ഷേ ഈ ബേസ് സ്ട്രക്ചറിന് അല്ലെങ്കിൽ എന്താണ് സിനിമ പറയുക അങ്ങനെയുള്ളതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ അഗെയിൻ ഞാൻ സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പരസ്യം ചെയ്യുന്ന ഞാനൊരു ഫിലിം മേക്കർ ആയതുകൊണ്ട്
അനാവശ്യമായിട്ട് അങ്ങനെ ഞാൻ വളരെ അത്ര വേണ്ടിടത്ത് മാത്രമേ ഞാൻ അങ്ങനെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ സാഹചര്യം അറിയാം. ഇതിപ്പം ഓരോ മേക്കേഴ്സ് മേക്ക് ചെയ്യുന്ന സമയത്തുള്ള സാഹചര്യങ്ങളും നമുക്കറിയാലോ. അങ്ങനെ ഒന്നും നമുക്കങ്ങനെ പറയാനോ അങ്ങനെ ചെയ്യാനും പാടില്ലെന്നാണ് ഞാൻ പറയുക. ഇപ്പം റൈറ്റേഴ്സാണ് ഞാൻ എഴുതിയത് അതുപോലെ തന്നെ അങ്ങനെ ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ പോസിബിൾ ആവില്ല. ഇപ്പം ജനിത്തേട്ടന് ഈ സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട സീനുകളിലൊന്ന് ആക്ച്വലി സിനിമയിലില്ല. ഐ മീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. സാഹചര്യങ്ങളും ഉണ്ട്. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുപോലെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്ത് പറയുമ്പോൾ, ഇപ്പോൾ അഭിലാഷിൻ്റെ വീട്, ജനിത്തേട്ടൻ കണ്ട അഭിലാഷിൻ്റെ വീട് അതല്ല. അത് ഞാൻ ഫിക്സ് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന പോലെ. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതേപോലെ പെട്ടെന്ന് പക്ഷെ ഇതിലിപ്പോൾ അൾട്ടിമേറ്റ്ലി അങ്ങനെ മിസ്സാകുമ്പോഴും നമ്മൾ എന്താണോ ഈ സിനിമ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ അഭിലാഷിനോട് നമുക്ക് ഇഷ്ടം തോന്നണം അൾട്ടിമേറ്റ്ലി, ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അത് സംഭവിക്കുന്നുണ്ടോന്നേ ഫൈനലി ഞാനും അല്ല നോക്കേണ്ടതുള്ളൂ. ഇത് അതാണ് ഒരു ഞാൻ മൊമെന്റിൽ നോക്കുന്നത്. ഇപ്പൊ ജനിത്തേട്ടനാണ് ഇതിന്റെ എഡിറ്റ് കഴിഞ്ഞ് ഫൈനൽ കട്ട് കാണുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയുമ്പോൾ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പോലും, എടാ നിന്റെ കോളാണ് ഇത്, നിനക്ക് ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തു. ആ സപ്പോർട്ട് എനിക്ക് നമുക്ക് വേണ്ടത് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് തമ്മിൽ പിരിയുന്ന ബന്ധങ്ങൾ അല്ല. അടുത്ത സിനിമ ഇപ്പം നാളെ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഞാനിപ്പം ഇന്ന് പോലും ഞാൻ എൻ്റെ എഡിറ്ററിന് പോലും ഞങ്ങൾ സംസാരിച്ച ഒരു പോയിന്റാണ്, അടുത്ത സിനിമ അനൗൺസ് ചെയ്യുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് അഭിലാഷം എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് ഇതേ ടീം വർക്കൗട്ട് ചെയ്യാൻ പറ്റുക, മറ്റൊരു ജോണർ ആവാം, എന്തും ആവാം, പക്ഷെ അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ കാണുന്ന ഒരു ഫസ്റ്റ് ആഗ്രഹം. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയമുണ്ടല്ലോ, അതായത് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ എഡിറ്റിൽ എത്രത്തോളം മാറുന്നുണ്ട് സിനിമ? അത് മ്യൂസിക്കൽ വൈസ് ആണെങ്കിലും എഴുത്താണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എത്രത്തോളം ഷിഫ്റ്റ് വരുന്നുണ്ട്? അഭിലാഷത്തിന് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് എഡിറ്റിൽ. അഭിലാഷത്തിന് നിംസ് എന്നാണ് എഡിറ്ററുടെ പേര്. ആളുടെ ജെസ്സി, നിങ്ങൾ നേരത്തെ പറഞ്ഞ ജെസ്സി നിംസ് ആണ് എഴുതി. നമ്മുടെ എല്ലാം ഒരുവിധം പരസ്യങ്ങളും നിമലിനെ അറിയാം പരിപാടി. നിമൽ ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള മീൻസ് ഒരു പ്രോപ്പർ ഒരു മെയിൻ സ്ട്രീം പടം കിട്ടിയ നമ്പർ 1 എഡിറ്റർ ആവുന്ന ഉറപ്പുള്ളൊരു എഡിറ്ററാണ്. അപ്പം നിംസ എന്നെ കാണിക്കുമ്പോൾ പോലും, നീ ഷൂട്ട് ചെയ്തൊക്കെ മറന്നേക്ക്, ആ മൈൻഡിൽ കാണണ്ട, നമ്മൾ സുഹൃത്തുക്കൾ അതിൻ്റെ ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. പക്ഷെ ജനിത്തേട്ടൻ ഭയങ്കര പേടിയാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇത് തൂക്കണം അലമ്പ എന്ന് പറയുന്ന പോലെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് പറയില്ലേ, ഈ ടെൻഷൻ അവിടെ ഉണ്ടാവും. എനിക്ക് റെസ്പെക്റ്റ് ആണ് ബേസിക്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ കാരണവരാണ്. അപ്പം നിംസ് ഭയങ്കരമായിട്ട് എഡിറ്റിൽ എപ്പോഴും ഈ സോൾ അതുപോലെ ഉണ്ട്, സീൻ ഓർഡറുകളും ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. പക്ഷെ പേസ് ഒക്കെ പല സെഗ്മെന്റിലും, കാരണം നിംസ് മ്യൂസിക് ഇട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു എഡിറ്ററാണ്. അപ്പം അത് ആക്ച്വലി സിനിമേനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട് ആക്ച്വലി. പിന്നെ മോശം ഷോട്ടുകളും മോശം സീനുകളും തിരിച്ചറിയാൻ ഭയങ്കര സെൻസുള്ള ഒരാളാണ് നിംസ്. ആക്ച്വലി കുറച്ചുകൂടെ ഒരു ഞങ്ങളെ കൂട്ടത്തിൽ, ഇപ്പം എൻ്റെക്കാളും പ്രായമുണ്ട്, ഞങ്ങൾക്ക് പ്രായം, പക്ഷെ ശരിക്കും ഒരു ജെൻസി വൈബ് കൂട്ടത്തിൽ ലുക്കിലും സ്വഭാവത്തിലും എല്ലാം ഉള്ളത് നിംസിനാണ്. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി നിമലിൻ്റെ അടുത്ത് ഈ കഥ ഞങ്ങൾ പറയുന്നത് ഷൂട്ടിലേക്ക് ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോഴാണ്. നിമലിനോട് അതുവരെ ഞങ്ങൾ അതുവരെ കഥ പറഞ്ഞിട്ടില്ല, കാരണം അവന് ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം അവൻ്റെ വൈബ് വേറെ ഉള്ള സാധനത്തിൽ. പക്ഷെ നിംസിന് കഥ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൊക്കേഷനിൽ എത്തുമ്പോഴാണ്, കാരണം അതുവരെ കഥ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞേ ഇല്ല, കാരണം അവനാണ് എഡിറ്റർ എന്നുള്ള അവനറിയാം, അനൗൺസും ചെയ്തു, എന്താ കഥ എന്ന് അവനറിയില്ല. എനിക്കൊന്ന് ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഞാനാന്ന് തോന്നുന്നു നിങ്ങൾ കഥ കാറിൽ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഞങ്ങളാരും കഥ പറയാത്തതുകൊണ്ട് പുള്ളിക്ക് ടെൻഷനായിരുന്നു, ഇനി കഥ കുറച്ച് മോശമായിട്ട് എന്താണ് നീ സ്ക്രിപ്റ്റ് ഇല്ലേ അതൊക്കെ വീട്ടിലെ വിചാരിച്ചിരുന്നു. ഇല്ലാത്തോണ്ടാണോ? അപ്പം മീൻസ് അവിടെ ഉണ്ടായിരുന്നു, ലൊക്കേഷനിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അല്ല, ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പാരലൽ റൂം എടുത്ത് മീൻസ് എഡിറ്റ് തുടങ്ങിയിരുന്നു. അപ്പം ആദ്യമേ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇത് ഓക്കെ ആണോ, മൂഡ് മീറ്റർ എന്തെങ്കിലും. അപ്പം നമ്മളിവിടെ ലൊക്കേഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഷോട്ട് നമുക്ക് ഒന്ന് വേണ്ട ഞാൻ വെക്കാൻ പോകുന്നില്ല. അപ്പൊ സംസാരം അത് എഡിറ്റേഴ്സ് കട്ടാണോ നമ്മൾ കാണുന്നത്? അതായത് ഇപ്പോ തിരക്കഥ അനുസരിച്ച് ആള് പ്ലേസ് ചെയ്ത് പോകുന്ന അങ്ങനെ ഒരു ജേണിയാണോ, അതോ പുള്ളിയുടെ ഒരു വേർഷൻ ആണോ? ഇല്ല, തിരക്കഥയിൽ നിന്ന് സിനിമയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ തിരക്കഥയുടെ അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് അയാൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അത് അയാൾ ചെയ്തത് നമ്മൾ ഹാപ്പിയാണ്. അയാൾ നന്നായി ചെയ്തിട്ടുണ്ട്. അത് അയാൾക്ക്, ഞാൻ അതാ പറഞ്ഞു, ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള, ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള, ഭയങ്കര കൃത്യതയുണ്ട്. അതിപ്പം ഇപ്പം എൻ്റെ അടുത്ത് പൊതുവെ ഇപ്പം എൻ്റെ ജനിതത്തിൽ അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും വാദിച്ച് ജയിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ ഒരുപാട് വാദിക്കാതെ തന്നെ അയാൾ ഇത് എന്തുകൊണ്ട് വെച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് ആൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം അത് അയാൾ ആ പണി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് കറക്റ്റാ. എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ ചില സീനൊക്കെ നമ്മൾ ഇതിവിടെ
അവിടെ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാനിങ്ങനെ ഷംസിഖാന്റെ അടുത്ത് പറയും, ഇത് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇത് ഒന്ന് ഒഴിവാക്കിയാലോ. അത് എഡിറ്റേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെയും കോളാണ്. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ ഷംസിഖാന്റെ അടുത്തും നിങ്ങളുടെ അടുത്തും പറയാം, അത് നമുക്കൊന്ന് ഒഴിവാക്കിയിട്ട് ഒരു വേർഷൻ നോക്കിയാലോ. എന്താണ് മാൻ? അത് ഒഴിവാക്കിയ പിന്നെ എന്താണ് മാൻ? ഈ പക്ഷെ സാധനമാണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇതാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ചില സമയത്ത് മ്യൂസിക് വെച്ച് അവിടെ എത്തിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടാവും. അത് അത് വെച്ചോണ്ട് ചിലപ്പോൾ വലിയ കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ ഷംസുഖന്റെ അടുത്തും നിങ്ങളുടെ അടുത്തും ഇതാണ് കാരണം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പരിപാടി പറഞ്ഞതിൽ എന്തോ കാര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുതിയത് നിങ്ങളുടെ റെഫറൻസ് മ്യൂസിക് വെച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ടൊരു ഒരു 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 പ്രിവ്യൂ വേണേൽ കാണിക്കാം. ബെസ്റ്റ് മ്യൂസിക് സെൻസ് ആണ്. ഭയങ്കര രസമുള്ള കട്ട്സ് ആണ്. ഡയറക്ടർക്ക് പണിയാ. ഇവൻ പറയും നിമ്മൽ വെക്കുന്ന റെഫറൻസ് മ്യൂസിക്കും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന്. പക്ഷെ നല്ല റെഫറൻസ് മ്യൂസിക്കാ. നല്ല റെഫറൻസ് മ്യൂസിക് എടുത്ത് വെക്കും. അത് നോർമൽ എല്ലാ എഡിറ്റേഴ്സിന്റെ ഒരു പ്രാക്ടീസ് അങ്ങനെയാണ്, ഒരു റെഫറൻസ് മ്യൂസിക്. ഞാൻ അപ്പുവട്ടത്തിരിയുടെ കൂടെയാണ് അഭിലാഷ് മണിയറ ചെയ്തിരുന്നത്. അപ്പുവട്ടത്തിരി മ്യൂസിക് അടുപ്പിക്കില്ല. ഓരോരുത്തരുടെ രീതിയാണ്. സ്റ്റൈൽ ഓഫ് എഡിറ്റേഴ്സിന്റെ അപ്പുവിന്റെ ഒരു മൂഡ് വേറെയാണ്. പക്ഷെ അപ്പുവിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പു അത് അങ്ങനെയും ചെയ്യും. അപ്പുവിനെല്ലാം അറിയാം. പക്ഷെ അതേസമയം അപ്പു ഇപ്പം മറിയം മുഴുവൻ മ്യൂസിക് വെച്ചിട്ടില്ലേ പോലും ആ മറിയത്തിലെ ഇവര് ട്രിപ്പ് ആയിട്ടുള്ള സോങ്ങിന്റെ അതൊക്കെ മ്യൂസിക് മീൻസ് റെഫറൻസ് ഇട്ട് കട്ടി ചില സമയങ്ങൾ ഓരോരുത്തരുടെ ഓരോ സമയം ഓരോ എഡിറ്റേഴ്സിന്റെ രീതിയാണ് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ഇപ്പൊ ഈ പടത്തിനോ അല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമക്കൊക്കെ നമ്മൾ നിംസിന് ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്വഭാവം ഇങ്ങനെയാണ്. അപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൾ. അപ്പം നാളെ നമുക്ക് അത്ര മ്യൂസിക്കലി അല്ലാത്ത അതല്ലെങ്കിൽ ഇങ്ങനെ പറയാണ്ട് സബ്ജക്റ്റ് അല്ലാത്തപ്പോൾ നമ്മൾ ചിലപ്പം നിംസിന് അവിടെയും ഓപ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ കട്ട് ചെയ്യുന്നത്. ഈ സിനിമ ഇങ്ങനെ ഒരു മൂഡ് പിടിച്ച് കട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് ഈ റെഫറൻസ് മ്യൂസിക് വെക്കുന്ന സമയത്ത് എഡിറ്റേഴ്സ് നല്ല റെഫറൻസ് മ്യൂസിക് വെക്കുമ്പോൾ അതിന്റെ പേസ് പെട്ടെന്ന് മനസ്സിലാവും. ഇതിന് എന്ത് സ്പീഡിലുള്ള മ്യൂസിക് ആയിരിക്കണം വെക്കുന്നത് ആലോചിക്കേണ്ടി വരില്ല. റെഫറൻസ് മ്യൂസിക് വെച്ച് വരുമ്പോൾ ഇത്ര സ്പീഡിലുള്ള മ്യൂസിക് ആയിരിക്കും ഇതിന് നല്ലതെന്ന് ഓൾറെഡി എഡിറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേസ് നോക്കിയാൽ മതി. അപ്പൊ അത് അങ്ങനെ കുറെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെല്ലാം ഫിലിമിൽ മാത്രമല്ല, നമ്മൾ ആഡ്സ് അവർക്ക് എഡിറ്റ് ചെയ്യാനും എളുപ്പമാണ്. അവർക്കും ഈ ഇമോഷൻ കറക്റ്റ് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് അവൻ അത്ര ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് എടുക്കുമ്പോൾ അവന്റെ കട്ടും അത്ര ആപ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാം അതനുസരിച്ച് നന്നായിട്ട് വരും. മാർച്ച് 29 അഭിലാഷൻ റിലീസ് ആകുമ്പോൾ ആളുകൾ എങ്ങനെ ഓർക്കണം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ പടം ഓർമ്മിക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആളുകൾ എങ്ങനെയായിരിക്കും അത് നിങ്ങൾ നമുക്ക് തട്ടത്തിലിന്റെ കമന്റ് ബോക്സ് പോലത്തെ ഒരു ഓഡിയൻസ് റെസ്പോൺസ് ആണ് നമുക്ക് വേണ്ടത്. ഭയങ്കര എന്താ പറയാ, അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നില്ല അപ്പുറത്തേക്ക് പടം കണ്ടിറങ്ങുമ്പം ആരെങ്കിലുമൊക്കെ ഓർമ്മ വന്നു, അല്ലെങ്കിൽ ഉള്ളിലൊന്ന് തൊട്ടു, അല്ലെങ്കിൽ കുറെ നല്ല മൊമെന്റ്സിലൂടെ കടന്നു പോകാൻ പറ്റും, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ള അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കുന്ന സിനിമയാവുക അഭിലാഷം എന്നുള്ളതാണ്. ഭയങ്കര ബോക്സ് ഓഫീസ് തരംഗമാവുക അല്ലെങ്കിൽ അങ്ങനത്തെ മോഹങ്ങളല്ല അഭിലാഷത്തിലുള്ളത്. എനിക്കതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എഴുതുന്ന സമയം തൊട്ടേ എൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ അഭിലാഷം എഴുതുന്ന സമയത്ത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ ഇടുക്കിയിൽ എവിടെയോ മഹേഷ് ഭാവന എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. ഇടുക്കിയിൽ എവിടെ ഉണ്ട്, ഇങ്ങനത്തെ ഒരാളുണ്ട്, എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്ന പോലെ എനിക്കറിയാവുന്ന ഒരു അഭിലാഷ് ഉണ്ട് മലപ്പുറത്ത് എവിടെയോ. അങ്ങനെ ഒരു അഭിലാഷ് എന്ന് പറയുന്നൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ എന്ത് പാവല്ലേ. ഈ ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ജെന്യൂനായിട്ട് ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം. അതിൻ്റെ കൂടെ ഇപ്പം ഷംസു പറഞ്ഞ പോലെ ഇങ്ങനത്തെ തോട്ട്സ് എല്ലാം ഉണ്ട്. ആ സീൻ നിന്നാണ് ഈ സീൻ. എനിക്ക് അൾട്ടിമേറ്റ്ലി റൈറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളത് ഈ അഭിലാഷിനെ മറക്കരുത്. ഇതാണ് എൻ്റെ ഒറ്റ ഉത്തരം. ഈ ഉത്തരത്തിലല്ലാതെ എനിക്ക് അപ്പുറം ഒന്നുമില്ല ഇതിൻ്റെ അത്. അല്ല, നമ്മൾ ത്രൂ ഔട്ട് അങ്ങനെ തന്നെയാണ് അതിനെ പിടിച്ചത്. നമ്മൾ ബാക്കി എല്ലാത്തിനേക്കാളും നമ്മൾ ഫോക്കസ് ചെയ്ത് സഹിച്ചേട്ടൻ്റെ അടിമുടി മാറ്റത്തിൽ തന്നെ മനസ്സിലാവുമല്ലോ. അയാളുടെ സംസാര ശൈലിയിലാണേലും അയാളുടെ രീതികളിലാണേലും അയാളുടെ പെരുമാറ്റങ്ങളിലാണേലും ഒക്കെ അഭിലാഷ് വന്നിട്ടുണ്ട്. സൈജു കുറുപ്പ് എന്ന് പറയുന്ന നടൻ അഭിലാഷിനെ വേറെ ഒരു മൊമെന്റ് എത്തിയപ്പോഴേക്ക് ആദ്യത്തെ ഒരു 2 ദിവസം ആക്ച്വലി പുള്ളിയുടെ ഒരു മീറ്റർ മാറ്റി കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഭയങ്കര കൃത്യമായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. നമ്മുടെ അടുത്ത് പറയാനുള്ള സ്പേസും ഉണ്ട്. അപ്പം ഒരു സീൻ എടുത്തുകൊണ്ടിരുന്നപ്പം നമ്മൾ സൈജേട്ടാ അതിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നതെന്നാണ്. മൊത്തം ഞാനൊരു ആവറേജ് ആക്ടറാണ്, നിങ്ങൾ എന്നെ വെച്ച് ഒരുപാട് പരീക്ഷണം നടത്തല്ലേ, എനിക്ക് ലിമിറ്റേഷൻ എന്ന് പുള്ളി പറഞ്ഞിടത്തു നിന്ന് 2-ാമത്തെയോ 3-ാമത്തെ ദിവസം നടന്ന കാര്യമാണ്. ഒരു 8-ഓ 9-ാമത്തെയോ ദിവസം എത്തിയപ്പോഴേക്ക് ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മുടെ അസോസിയേറ്റ് സാംസൺ ചെന്ന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഡയലോഗ് കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. അപ്പം സൈച്ചേട്ടൻ പക്ഷേ
അതിനെ ആ സ്പീഡ് മാറ്റി പറഞ്ഞു ഇപ്പോഴത്തെ അഭിലാഷ് ഇങ്ങനെയല്ല സംസാരിക്കുക എന്ന് പറയുന്ന പുള്ളി പിന്നീട് ഭയങ്കരമായിട്ട് പുള്ളിനോട് എന്ത് പറഞ്ഞാലും പുള്ളി അഭിലാഷ് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അഭിലാഷ് ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന പുള്ളി ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സഹിച്ചേട്ടൻ അറക്കൽ ലബു അങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങളിലാണ് പുള്ളി അങ്ങനെ ഇതിനു മുമ്പ് ഇൻവോൾവ് ആയിട്ടുള്ളത്. പുള്ളി ആ ഒരു സാധനം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ചില സമയത്ത് ഇപ്പം നമ്മുടെ സ്റ്റാറ്റസുകളിലാണെങ്കിലും ഇപ്പം ഞങ്ങൾ ബർത്ത്ഡേ വീഡിയോ വിഷയത്തിൽ പോലും ഹാപ്പി ബർത്ത്ഡേ സൈജു ഗ്രൂപ്പ് എന്നല്ല ഇട്ടത്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഭിലാഷ് എന്നാണ്. അപ്പം അഭിലാഷിൻ്റെ ഒരു അഭിലാഷം പറയുന്ന സിനിമയല്ലേ. അപ്പം അഭിലാഷിനോട് ഇഷ്ടം വർക്കായാൽ മാത്രമേ ഈ സിനിമ വർക്കാവാനുള്ള സാധ്യതയുള്ളൂ. ഈ ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇത് ഷംസുവിൻ്റെ ഒക്കെ എല്ലാവർക്കും മനസ്സിൽ റെഫറൻസ് ആയിട്ടുണ്ടായിരുന്നത് നമുക്ക് തമാശയൊക്കെ പോലെ വിനയ് തമാശയൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു മലബാർ ആ രീതിയിലൊരു ഫ്ലേവറിലുള്ള ഭയങ്കര ഒരു കുഞ്ഞ് നല്ല സിനിമ എന്നുള്ളതായിരുന്നു. അതിലേക്ക് നമ്മുടെ വേർഷനിലേക്ക് വന്നപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഷംസു പറഞ്ഞ പോലെ അഭിലാഷ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ എവിടെയോ ഇയാളെ ഓർക്കുക. അതുകൊണ്ടാണ് ഈ പേര് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഭിലാഷ് എന്ന് പറയുന്നത് ഒരു ലിവിങ് എവിടെയുള്ള അങ്ങനെ ഫീല് സഹിച്ചേട്ടൻ അത് കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ പറയാനുള്ളത്. ഭയങ്കര രസമായിരിക്കും സഹിച്ചേട്ടനിൽ ഇങ്ങനെ ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണുന്ന സമയത്ത് എന്നുള്ളതാണ്. ഇപ്പം മലപ്പുറത്ത് ഒരുപാട് പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കുന്ന മുസ്ലിം വീടുകളുടെ നടുവിൽ ഏറ്റവും നന്നായിട്ട് സാമ്പാർ വെക്കുന്ന, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ സാമ്പാർ വെക്കണമെങ്കിൽ അഭിലാഷിൻ്റെ അമ്മ വേണമെന്ന് പറയുന്ന പോലെ നമുക്കൊക്കെ അറിയാവുന്ന അത്ര റൂട്ടഡ് സാധാരണ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹവും അയാൾ അതിനു വേണ്ടിയുള്ള ശ്രമിക്കുമ്പോഴുള്ള രസങ്ങൾ എന്ന് പറയുമ്പോൾ ഉള്ള ഇതിൽ സഹിച്ചേട്ടം വരുമ്പോൾ ഒരു രസം ഉണ്ടല്ലോ, വെരി റൂട്ടഡ്, നമ്മുടെ തൊട്ടടുത്തുള്ള ആള്. പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മള് മറ്റേ ഇപ്പം രക്ഷാധികാരി ബൈജുലെ ബിജുമേനോനെ നമ്മൾ എന്നും ഓർക്കൂലേ, ബിജുവേട്ടൻ എത്ര ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലത്തെ ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നുന്നു. അല്ല, ഉറപ്പായിട്ടുണ്ട്. ഈ അഭിലാഷിന്റെ എത്രയോ പേരുണ്ട് ക്യാരക്ടർ അതുപോലത്തെ ആൾക്കാരുണ്ട്. അല്ല, ഞാൻ ഇപ്പൊ നമ്മുടെ ഡിസൈനർ വിഷ്ണു നാരായണൻ, അവന് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളെക്കാളൊക്കെ. അപ്പൊ അവൻ പറഞ്ഞ കാര്യം, ഇതിൽ അഭിലാഷിനോട് പലരും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോടും പലരും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. അപ്പം വിഷ്ണുവിനൊക്കെ കുറേ അഭിലാഷിനുള്ള സിമിലാരിറ്റീസ് ഞങ്ങൾക്ക് പേഴ്സണലി വിഷ്ണുവിനെ അറിയുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം അഭിലാഷ് ഇന്റർവ്യൂവിൽ ഇരിക്കുവാണെങ്കിൽ അഭിലാഷ് ഇത്രയും സംസാരിക്കില്ല. അഭിലാഷ് സംസാരിക്കും, പക്ഷെ അഭിലാഷിന് ഇത്രയും തുറന്നു പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അതുപോലെ പടം ഇറങ്ങുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, പെരുന്നാളിന്റെ സമയമാണ്, വലിയൊരു പടം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഓഡിയൻസിനോട് നിങ്ങൾക്ക് എന്തായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്? അതായത് നിങ്ങൾ സംസാരിക്കുകയാണോ, നിങ്ങൾ കൊണ്ടുവരുവാണോ, നിങ്ങൾ വെൽക്കം ചെയ്യുവാണോ ആൾക്കാർ? എന്ത് എക്സ്പെക്ട് ചെയ്ത് ആൾക്കാർ എന്തുകൊണ്ട് അഭിലാഷം കാണണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നുന്നു? എനിക്കിപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യം, എത്രത്തോളം അഭിലാഷ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. മീൻസ് നമ്മളിതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റീപ്ലേസും നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളും നമ്മളെ ചുറ്റടുത്ത് കാണുന്ന ആൾക്കാരുമാണ്. അതല്ലാതെ ഈ അഭിലാഷുമാരിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടി സിനിമ ഇഷ്ടപ്പെടുക. അപ്പം അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി അറിഞ്ഞവർ, ഇപ്പം തട്ടത്തിൽ പാട്ട് ഇഷ്ടപ്പെട്ടവർ, ട്രെയിലർ ഇഷ്ടപ്പെട്ടവർ ധൈര്യമായിട്ട് സിനിമ വന്ന് കാണാം. അതിൽ തട്ടത്തിൽ എന്താണോ കൺവേ ചെയ്തത്, തട്ടത്തിലൂടെ എന്താണോ കിട്ടിയത്, അതിൻ്റെ ഒരു 2 മണിക്കൂർ എന്തായാലും ഈ സിനിമയിലുണ്ട്. പിന്നെ അതിലപ്പുറത്തേക്ക് ഈ സിനിമ ഇപ്പം എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമാവാനും ഈ സിനിമ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അഭിലാഷ്മാർക്ക് തോന്നും. അഭിലാഷ്മാരോട് ഇപ്പം അങ്ങനെ പറയാൻ, അല്ലെങ്കിൽ എല്ലാ അഭിലാഷ്മാർക്കും അജയ് ശാലപ്പാട്ട് എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് കുടുംബമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബോറടിക്കാതെ ഭയങ്കര രസമായിട്ട് കേൾക്കാനും കാണാനും ഒക്കെ സുഖമുള്ള, എന്നാൽ സൈജു ഗ്രൂപ്പ് എന്ന് പറയുന്ന നടൻ്റെ കുറേ പുതിയ ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും